നീറ്റിന് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എയിംസ് എപ്പോഴും ഒരു ഡ്രീമാണ്. ഫീ സ്ട്രക്ചർ എയിംസിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഫോർ ദി 6 ഇയേഴ്സ് 5.5 ഇയേഴ്സിന് വേണ്ടി നിങ്ങൾ പേ ചെയ്യുന്ന ഒരു എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6,000 rupees ആണ്. ഇവിടെ പഠിച്ചു പോയിട്ടുള്ള വിദ്യാർത്ഥികളാണ് നമ്മുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. നല്ല ടെക്നോളജീസ് ആൻഡ് ഏറ്റവും നല്ല ഫെസിലിറ്റീസ് ആൻഡ് ഫാക്കൽറ്റീസ്. MBBS പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി എന്തുകൊണ്ടാണ് എയിംസ് ടാർഗറ്റ് ചെയ്യേണ്ടത്? ഒരുപക്ഷെ വളരെയധികം ലെസ് നോട്ടീസ്ഡ് ആയ ഒരു കാര്യമാണ്. ഒരുപക്ഷെ ആളുകൾക്ക് MBBSനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒട്ടും അറിയാത്ത ഒരു കാര്യം കൂടിയാണ് റിസർച്ച് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന കാര്യം. PGക്കുള്ള കോമ്പറ്റീഷൻ ലെവലിനെ കുറിച്ച് നിങ്ങൾ അവെയർ ആണോ? ഇപ്പോൾ ജിപ്മറും എയിംസും ആയിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കും? നിങ്ങളൊരു എയിംസിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എക്സ്പോസ് ടു ഒരുപാട് കൾച്ചേഴ്സിന് എക്സ്പോസ്ഡ് ആയിരിക്കും, ഒരുപാട് ഡിഫറെൻറ്റ് പീപ്പിൾസിന് എക്സ്പോസ്ഡ് ആയിരിക്കും. ആൻഡ് ഇൻഫാക്ട് നിങ്ങളൊരു ഹോൾ ന്യൂ സെറ്റപ്പിലേക്കാണ് പോകുന്നത്. നിങ്ങൾ എയിംസിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ട് ദാറ്റ് ഞാൻ എയിംസിലാണ് പഠിക്കുന്നത്. ഫോർമുല ബുക്ക് ഒരിക്കലും എക്സാമിൻ്റെ തലേ ദിവസം ഉണ്ടാക്കാൻ സാധിക്കില്ല. എയിംസ് ടാഗ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പ്രസ്റ്റീജിയസ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഉറപ്പായിട്ടും ഇത് പറയുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് ആ പൾസ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്സിനോടുള്ള പ്രണയം കൃത്യമായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിൽ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്ത തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാംസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാംസിനെ മിസ് ചെയ്യാതിരിക്കുക. ഓൾ ഇന്ത്യ റാങ്ക്സ് ഉൾപ്പെടെ ടോപ്പ് റാങ്കുകൾ ധാരാളം വന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് തോമസ് മാസ്റ്റർ സ്ഥാപനം. എന്തുകൊണ്ട് ഒരു എയിംസിൽ സെലക്ട് ചെയ്യണം? അതാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം. അതാണ് നിങ്ങൾ ആ ഒരു മോക്ക് ടെസ്റ്റ് എഴുതി നിങ്ങൾ ആ എക്സാമിനോടുള്ള ഒരു പേടി എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഗ്രാജുവലി കുറയും. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാംസിനുള്ള പ്രിപ്പറേഷൻ്റെ ഭീഷ്മാചാര്യനായിട്ട് അറിയപ്പെടുന്ന തോമസ് മാഷുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സ്ഥാപനത്തിലിരുന്നു കൊണ്ടാണ് നമ്മളിത് സംസാരിക്കുന്നത്. പ്രൊഫസർ PC തോമസ് ആൻഡ് ചൈതന്യ ക്ലാസസ് മെഡിക്കൽ എൻട്രൻസ് പരിശീലന രംഗത്ത് കഴിഞ്ഞ 60 വർഷത്തിലേറെയായി സേവനമനുഷ്ഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ശിഷ്യന്മാരുള്ള ഒരു ബൃഹത് ശിഷ്യ സമ്പത്തുള്ള പ്രൊഫസർ PC തോമസ് എല്ലാവരും അറിയുന്ന ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ലോകപ്രസിദ്ധമാണ്. അവിടെ നിന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ലോകത്തിൻ്റെ ഓരോ കോണിലും അവരുടെ സേവനം അനുഷ്ഠിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ പല സമയങ്ങളിലായിട്ട് ഈ സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്ന അവസരം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ് ഇവിടെ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ വിച്ച് വി ക്യാൻ കോൾ ഇറ്റ് ആസ് നമ്മുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് അവരെ വിളിക്കാനാണ് നമുക്ക് തോന്നുന്നത്. നമ്മുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുവിധം എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ കാണുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ബോഗസ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ്. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ സ്ഥാപനത്തെ വ്യത്യസ്തമാക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അന്നും ഇന്നും ഒരു ബോഗസ് ആയിട്ടുള്ള പ്രചരണ തന്ത്രങ്ങളോടോ ഒക്കെ ഒരു വിമുഖത കാണിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണെന്ന് കാണാൻ സാധിക്കും. നമ്മുടെ ഇവിടെ പഠിച്ചു പോയിട്ടുള്ള വിദ്യാർത്ഥികളാണ് നമ്മുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സേവനമനുഷ്ഠിക്കുന്ന അവർ തലമുറകൾ മാറി അവരുടെ അടുത്ത തലമുറ, അതിൻ്റെ അടുത്ത തലമുറ അവിടെയൊക്കെ ഇവിടെ വന്ന് പഠിക്കണം എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി, ഒരു ആഗ്രഹത്തോടു കൂടി, ഒരു അത്യന്തമായിട്ടുള്ള ഒരു ആവശ്യത്തോടു കൂടി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രീവിയസ് ഇവിടെ പഠിച്ചിട്ടുള്ള കുട്ടികൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ അഭിമാനം നൽകിയിട്ടുള്ള ഒരു സംഗതിയാണെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഇന്ന് അതുപോലെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ ഇവിടെ പഠിച്ചിട്ടുള്ള, ഇപ്പോൾ എയിംസിൽ പഠിക്കുന്ന, എയിംസിൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ നമുക്ക് ഇന്നിവിടെ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ വിദ്യാർത്ഥിയുമായിട്ട് ആ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക എന്നത് മാത്രമല്ല, ആ അനുഭവങ്ങൾ എത്രമാത്രം ഇപ്പോൾ നമ്മുടെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രയോജനപ്രദമായി ഒരു ഇൻസ്പിറേഷൻ നൽകാൻ പാകത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ഇന്നിവിടെ ഈ ഇൻട്രാക്ഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഐ വുഡ് ലൈക്ക് ടു വെൽക്കം കഴിഞ്ഞ 2 വർഷം മുൻപ് നമ്മുടെ ഇവിടെ പഠിച്ചിട്ടുള്ള അശ്വിൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ ഞാൻ സ്വീകരിക്കുന്നു. അശ്വിനെ ഐ വെൽക്കം അശ്വിൻ. അശ്വിൻ ഇപ്പോൾ എയിംസിൽ പഠിക്കുകയാണ്. സെക്കൻഡ് ഇയർ MBBS ചെയ്തുകൊണ്ടിരിക്കുന്നു. അശ്വിൻ്റെ
വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, അശ്വിൻ്റെ പഠന രീതികൾ, എങ്ങനെയൊക്കെയാണ് എന്തുകൊണ്ട് ഒരു എയിംസിൽ സെലക്ട് ചെയ്യണം, അതാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം. അതാണ് എന്തുകൊണ്ടാണ് MBBS പ്ലാൻ ചെയ്യുന്ന ഒരു കുട്ടി എയിംസ് എന്തുകൊണ്ട് ലക്ഷ്യം കാണണം, എയിംസ് എന്തുകൊണ്ട് സ്വപ്നം കാണണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. റൈറ്റ്. ഒപ്പം തന്നെ അശ്വിൻ ഇവിടെ പഠിച്ചിരുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്, അശ്വിൻ ഫേസ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, മനസ്സിലായില്ലേ? അശ്വിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മാനസിക സമ്മർദ്ദങ്ങളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്, ഇതൊക്കെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒട്ടുമിക്ക വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം. അപ്പോൾ ഈ ഒരു ചർച്ചയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ചർച്ചയിലേക്ക് ഞാൻ അശ്വിനെ സ്വാഗതം ചെയ്യുന്നു. അശ്വിൻ, വാം വെൽക്കം. വെൽക്കം പറയേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം, കാരണം ഇത് അശ്വിൻ്റെ വീട് പോലെയാണ്, അങ്ങനെ കഴിഞ്ഞിരുന്ന ഒരു സ്ഥലമാണ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അഗെയിൻ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. അശ്വിനെ സ്വാഗതം ചെയ്യുന്നു. അശ്വിൻ, എങ്ങനെയുണ്ട് എയിംസ് ഒക്കെ? എന്താണ് എയിംസിൻ്റെ ഒരു പഠന രീതി, അല്ലെങ്കിൽ എയിംസിലേക്ക് ഒരു കുട്ടി എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യണം? MBBS പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി എന്തുകൊണ്ടാണ് എയിംസ് ടാർഗറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിലൂടെ എന്തൊക്കെയാണ് ലക്ഷ്യം വെക്കേണ്ടത്? അത് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അശ്വിൻ. കറൻ്റ്ലി ഞാൻ എയിംസിൽ 2nd ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. സോ ഞാൻ ഫസ്റ്റ്ലി ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോട് വളരെയധികം താങ്ക്ഫുൾ ആണ്. എൻ്റെ എൻ്റയർ ഈ ഒരു 3 വർഷത്തെ ഒരു നീറ്റ് ജേർണിയിൽ എന്നെ ഇപ്പോൾ എയിംസിലേക്ക് ഒരു തരത്തിലേക്ക് എത്തിച്ചത് വരെ ഐ എം സോ താങ്ക്ഫുൾ ടു ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എൻ്റെ +1 +2 ടൈമിൽ ഓൺലൈൻ കോച്ചിങ് തൊട്ട് ആഫ്റ്റർ ദാറ്റ് എൻ്റെ ഒരു റിപ്പീറ്റിംഗ് ഇയർ ഫുൾ ഓഫ്ലൈനായിട്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ഐ റിയലി താങ്ക് എന്ന് പറഞ്ഞു തുടങ്ങട്ടെ. എയിംസ് എന്ന് പറയുന്ന സമയത്ത് എയിംസ് എല്ലാവരുടെയും ഒരു നീറ്റിന് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എയിംസ് എപ്പോഴും ഒരു ഡ്രീമാണ്. പക്ഷേ എന്തൊക്കെയാണ് അതിൻ്റെ പെർക്സ് ഓഫ് ബീയിങ് ആൻ എയിംസോണിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അത് അറിയില്ല. എല്ലാവരും എയിംസ് ടാഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ എയിംസ് ആസ് സച്ച് നമ്മൾ പറയുന്ന സമയത്ത് വെൻ യു കമ്പയർ വിത്ത് ദ സ്റ്റേറ്റ് മെഡിക്കൽ കോളേജസ്, ഒന്നാമത്തെ ഫസ്റ്റ് തിങ് നമ്മൾ മനസ്സിലാക്കി വരേണ്ടത് ഫെസിലിറ്റീസ് ആൻഡ് ദി ഇൻഫ്രാസ്ട്രക്ചർ. നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു സ്റ്റേറ്റ് മെഡിക്കൽ കോളേജിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് അന്തരം നമുക്കവിടെ കാണാൻ പറ്റും. നമ്മുടെ മോഡേൺ ആയിട്ടുള്ള ഒരുപാട് സ്കാനിങ് ആയിക്കോട്ടെ, ഡയഗ്നോസ് മെത്തേഡ്സ് ആയിക്കോട്ടെ, ആൻഡ് ബിൽഡിങ്സ് ആയിക്കോട്ടെ, അതിൻ്റെ ആർക്കിടെക്ചർ ആയിക്കോട്ടെ, നമ്മൾ വളരെയധികം ഒരു സ്റ്റേറ്റ് മെഡിക്കൽ കോളേജിനേക്കാൾ എത്രയോ ബെറ്റർ ആയിരിക്കും. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് പറയുന്ന സമയത്ത് എയിംസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപക്ഷെ വളരെയധികം ലെസ് നോട്ടീസ്ഡ് ആയ ഒരു കാര്യമാണ്, ഒരുപക്ഷെ ആളുകൾക്ക് MBBSനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒട്ടും അറിയാത്തൊരു കാര്യം കൂടിയാണ് റിസർച്ച് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന കാര്യം. എയിംസ് ആയാലും ജിമ്മർ ആയാലും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറയും, INI. അപ്പോൾ അവിടെ വരുന്നൊരു എക്സ്റ്റെൻസീവ് റിസർച്ച് കൾച്ചർ ഉണ്ട്. നിങ്ങൾ ഫൗണ്ടേഷൻ കോഴ്സിൽ ആ ഒരു ഫസ്റ്റ് ഇയർ കടക്കുന്ന സമയത്ത് തന്നെ നിങ്ങളെ റിസർച്ച് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചിട്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കി തരും. എങ്ങനെയാണ് റിസർച്ച് ചെയ്യേണ്ടത്, എന്തൊക്കെ ഇവിടെ സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, സ്റ്റുഡൻഷിപ്പ് ആയിക്കോട്ടെ, ഷോർട്ട് ടേം ആയിട്ട് നിങ്ങൾക്ക് റിസർച്ച്ഷിപ്പ് ആയിക്കോട്ടെ, എല്ലാത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എയിംസ് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ ഒരു ഇഫ് കമ്പയർ വിത്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ അവർ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു 5.5 ഇയേഴ്സിൻ്റെ ഒരു ഡിഗ്രി മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതിനപ്പുറം ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യാനോ അല്ലെങ്കിൽ റിസർച്ച് ഓപ്പർച്യൂണിറ്റീനെ കുറിച്ചിട്ട് അധികം ഒരു നോളേജ് അവിടെ കൊടുക്കുന്നില്ല. ബട്ട് വെൻ യു കമ്പയർ, ഇപ്പോൾ എൻ്റെ ബാച്ചിലായിക്കോട്ടെ ഏകദേശം 20-ഓളം ആളുകൾ അവരുടെ പേപ്പർ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർച്ച് എവറി ഇയർ അവർ ട്രൈ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ആൻഡ് ഇൻക്ലൂഡിങ് നമ്മളെ ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ, അവരെല്ലാവരും ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് എപ്പോഴും ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ആയിക്കോട്ടെ എപ്പോഴും ഈ റിസർച്ചിൻ്റെ കാര്യം എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. യു ഷുഡ്, കാരണം ആ ഒരു കാര്യം കൂടി നിങ്ങൾ ലൈക്ക് യു ആർ ഇൻ ദിസ് സിറ്റുവേഷൻ, നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ സ്പേസിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുകയാണ് ആൻഡ് യു ഹാവ് ദിസ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റി ഫുള്ളായിട്ട് മാക്സിമം യൂസ് ചെയ്യണമെന്ന് അവർ നിങ്ങളെ എൻഷുർ ചെയ്യും. That is the second thing, research, extensive research culture. And the third is of course hostel facilities ആയിക്കോട്ടെ. നമ്മളൊരു സ്റ്റേറ്റ് മെഡിക്കൽ കോളേജിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ദർ ഇസ് ഒരു ഇൻഡിവിജ്വൽ പ്രൈവറ്റ് റൂം അല്ലെങ്കിൽ ഒരു സിംഗിൾ റൂം കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ
റിമോട്ടായ ഒരു കാര്യമാണ്, കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു സ്റ്റേറ്റ് മെഡിക്കൽ കോളേജസിൽ. കാരണം അത്രയും സ്റ്റുഡൻസും ഉണ്ട്, അതിനനുസരിച്ച് ഫെസിലിറ്റീസ് കുറവാണ് സ്റ്റേറ്റ് മെഡിക്കൽ കോളേജിൽ. പക്ഷേ എയിംസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി സെക്കൻഡ് ഇയർ തൊട്ട് യു വിൽ ഗെറ്റ് എ സിംഗിൾ റൂം. നിങ്ങൾക്ക് ഒരു സിംഗിൾ റൂം എന്തായാലും ഡെഫിനറ്റ്ലി കിട്ടും, അത് ഏത് എയിംസ് ആയാലും അങ്ങനെ നിങ്ങൾക്ക് കിട്ടും. സോ ഞാൻ ഫസ്റ്റ് എൻ്റെ അഡ്മിഷൻ എടുത്തൊരു സ്റ്റേറ്റ് മെഡിക്കൽ കോളേജിലായിരുന്നു. സോ ആ ഒരു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ വളരെയധികം ഫിയർ ചെയ്തൊരു കാര്യമായിരുന്നു, തേർഡ് ഇയർ വരെ നമുക്ക് ഏകദേശം ഒരു 4 പേരുടെ റൂം അല്ലെങ്കിൽ 6 പേരുടെ റൂമിൽ ഷെയർ ചെയ്തിരിക്കേണ്ടി വരും. സോ ദാറ്റ് ഈസ് നിങ്ങൾ വിചാരിക്കും അതൊക്കെ ഫൈൻ ആയിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങൾ സെക്കൻഡ് ഇയർ തൊട്ടിനി നീറ്റ് കഴിഞ്ഞു, നിങ്ങൾ MBBS പഠിക്കുന്നതിന് ശേഷം യു ഹാവ് ടു പ്രിപ്പയർ ഫോർ നീറ്റ് പി ജിക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ആ സമയത്ത് നിങ്ങൾക്കൊരു പ്രൈവറ്റ് സ്പേസ് നിങ്ങളുടെ അനുസരിച്ച് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കാനും അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാനും, ബിക്കോസ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ വീടിന് ദൂരെ നിൽക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്കൊരു യു റിക്വയർ എ പ്രൈവറ്റ് സ്പേസ്. ആ ഒരു പ്രൈവറ്റ് സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നിങ്ങൾക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് എയിംസിൽ അതൊരു എന്താ പറയുക നിങ്ങൾക്ക് ഒരു ഗ്രാൻഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. യു വിൽ ഗെറ്റ് ഇറ്റ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് കിട്ടുന്ന ഒരു കാര്യം. ആൻഡ് ദ ഫോർത്ത് ആസ്പെക്ട് ഞാൻ പറയും ഫീസ് സ്ട്രക്ചർ. എയിംസിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഫോർ ദി 6 years 5.5 yearsന് വേണ്ടി നിങ്ങൾ പേ ചെയ്യുന്ന ഒരു എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6,000 rupees ആണ്. ആൻഡ് ദാറ്റ് ഈസ് നിങ്ങൾ ഒരു സ്റ്റേറ്റ് മെഡിക്കൽ കോളേജിൽ കേരളത്തിൽ പോയിട്ട് എടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന PTA ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയാണ്. ദർ ഇസ് നോ കോൺസെപ്റ്റ് കോൾഡ് PTA ഫണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റോ അങ്ങനെ കോൺസെപ്റ്റ് ഒന്നും എയിംസിലില്ല. ആകെ നിങ്ങൾ കൊടുക്കുന്നത് ഈ ഒരു 5.5 yearsന് കൊടുക്കുന്നത് 6,000 rupees ആണ്. ആൻഡ് പിന്നെ നിങ്ങൾ കൊടുക്കുന്നത് ആ ഒരു മെസ് ഫീസ് മാത്രം, ഭക്ഷണത്തിന് വരുന്ന ഫീസ്. വേറെ ഒരു ഫീസ് നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ നിങ്ങളുടെ ബുക്സിന് എക്സ്പെൻസ് മാത്രമേ വരുന്നുള്ളൂ, വേറെ അഡീഷണൽ ആയിട്ടൊരു എക്സ്പെൻസും വരുന്നില്ല. ദാറ്റ്സ് ഫോർത്ത് പാർട്ട്. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പോഷർ, ഒബ്വിയസ്ലി നിങ്ങളൊരു എയിംസിൽ പഠിക്കുന്ന സമയത്ത് യു വിൽ നിങ്ങൾ എക്സ്പോസ് ടു ഒരുപാട് കൾച്ചേഴ്സിന് എക്സ്പോസ്ഡ് ആയിരിക്കും, ഒരുപാട് ഡിഫറെൻറ്റ് പീപ്പിൾസിന് എക്സ്പോസ്ഡ് ആയിരിക്കും. ആൻഡ് ഇൻഫാക്ട് നിങ്ങളൊരു ഹോൾ ന്യൂ സെറ്റപ്പിലേക്കാണ് പോകുന്നത്. ഇപ്പം ഐ എം സ്റ്റഡിങ് ഇൻ എയിംസ് പട്ന. സോ ബീഹാർ എന്ന് പറയുന്ന സ്റ്റേറ്റിനെ കുറിച്ചിട്ടും അവിടുത്തെ കൾച്ചറിനെ കുറിച്ചിട്ടും അവിടുത്തെ ജോഗ്രഫി ആൻഡ് അവിടുത്തെ ഏതൊക്കെ ക്ലിനിക്കൽ, ബിക്കോസ് ഇറ്റ്സ് എ പോപ്പുലർ സ്റ്റേറ്റ്. ആൻഡ് ഞങ്ങൾ ആ ഒരു പോപ്പുലർ സ്റ്റേറ്റ് ആയത് കാരണം എയിംസിൽ ഒരിക്കലും വളരെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി എയിംസിൽ അധികം ആളുകൾ വരില്ല, ബിക്കോസ് ഇറ്റ്സ് വളരെ തിരക്കുള്ള സ്ഥലമാണ്. സോ ഒരിക്കലും ചെറിയ കാര്യങ്ങൾക്ക് ഒരിക്കലും വരില്ല. വരുന്നുണ്ടെങ്കിൽ തന്നെ വലിയ റെയർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയേ വരത്തുള്ളൂ. സോ കറന്റ് സെക്കൻഡ് ഇയേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ പെത്തോളജി പഠിക്കുന്ന സമയത്ത് വി ക്യാൻ റിലീറ്റ്. ഞങ്ങളിപ്പോൾ 2 ദിവസം മുന്നേ പഠിച്ച ടോപ്പിക്സ് എല്ലാം ഞങ്ങൾ നേരിട്ട് അങ്ങനെ ഒരു ആളെ കാണും. ഇപ്പോൾ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ ഞങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാൻസർ ആണെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് ഞങ്ങൾ പീഡിയാട്രിക്സിൽ പോകുന്ന സമയത്തെല്ലാം വി റിയലി ഗെറ്റ് ടു സീ വിത്തിൻ 2-3 days. സോ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. യു ഹാവ് റിയലി ഗുഡ് ക്ലിനിക്കൽ എക്സ്പോഷർ. ആൻഡ് നിങ്ങളെ പഠിപ്പിക്കുന്ന PGs ആയിക്കോട്ടെ, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി PGs ആൻഡ് SRs എല്ലാവരും ഉണ്ടായിരിക്കും, പ്രൊഫസേഴ്സ് കൂടാതെ. ബിക്കോസ് ഇതും അവരുടെ ഒരു ഡ്യൂട്ടി തന്നെയാണ്, നമ്മളെ പഠിപ്പിക്കുക എന്നുള്ള കാര്യം. സോ യു വിൽ ബി അസൈൻഡ് PGs ആൻഡ് റെസിഡൻസ്. സോ ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയ ഒരു സ്കെഡ്യൂൾ ആൻഡ് ഫെസിലിറ്റി നിങ്ങൾക്ക് എയിംസിൽ കിട്ടും. ആൻഡ് ഒബ്വിയസ്ലി വെൻ യു കമ്പയർ വിത്ത് സ്റ്റേറ്റ് മെഡിക്കൽ കോളേജ്, കുട്ടികൾ പകുതിയായിരിക്കും, ഏകദേശം 125 സ്റ്റുഡൻസ് ആണ് എൻ്റെ ബാച്ചിൽ. വെൻ യു കമ്പയർ വിത്ത് സ്റ്റേറ്റ് മെഡിക്കൽ കോളേജ് ഏകദേശം 250 സ്റ്റുഡൻസ് ആയിരിക്കും. സോ കുട്ടികൾ കുറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ശ്രദ്ധയും കൂടും ആൻഡ് നിങ്ങൾക്ക് കിട്ടുന്ന ഫെസിലിറ്റീസും കൂടും. ദാറ്റ്സ് സംസ് അപ്പ് എയിംസിനെ കുറിച്ച് പറയുന്ന സമയത്ത്. ഇതെല്ലാം വളരെ ഇനിയും ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ടായിരിക്കും. ഞാൻ ഇപ്പോൾ ഏത് ഫെസിലിറ്റീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ജിമ്മ് തൊട്ട് റീഡിങ് റൂം ആയിക്കോട്ടെ, ലൈബ്രറി ആയിക്കോട്ടെ, ആൻഡ് എവറിത്തിങ് അതെല്ലാം അവിടെ ബെറ്റർ ആയിരിക്കും. ഇൻ ജനറൽ യു വിൽ ഗെറ്റ് എ വെരി ഗുഡ് അറ്റ്മോസ്ഫിയർ. നിങ്ങൾക്ക് ഒരു എൻറ്റയർ MBBS ഇയർ എന്തായാലും നിങ്ങൾക്ക് വീട്ടിൽ നിൽക്കേണ്ടി വരും. പക്ഷേ യു വിൽ ബി ഇൻ എ സെക്യൂർഡ് സ്പേസ് ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള ഒരു പ്രൈവറ്റ് സ്പേസ് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ടെക്നോളജീസ് ആൻഡ് ഏറ്റവും നല്ല ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ആൻഡ് ഫെക്കൽറ്റീസ് നിങ്ങൾ പഠിക്കുന്ന പ്രൊഫസേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ ബിസിയാണ്, എല്ലാവരും അവരുടെ റിസർച്ചിൽ ബിസിയാണ്, എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ ബിസിയാണ്. ബട്ട് സ്റ്റിൽ ദേ ഡു ഫോക്കസ് ഓൺ us. ആൻഡ് നമുക്ക് എത്ര പേര് ജയിച്ചു, എത്ര പേര് പാസ്സായി, എത്ര പേർക്ക് ഇത്ര മാർക്സിൽ കുറവാണ് എന്നെല്ലാം ഞങ്ങളോട് എക്സാമിന് ശേഷം എവ്രി വൺ ആസ്ക്. സോ അത് ഒരു ഡിഗ്രി ക്ലാസ്സിൽ പോയിട്ട് ഒരു ഡിഗ്രിയിൽ പഠിക്കുന്ന സമയത്ത് ചോദിക്കുന്നത് ഇറ്റ്സ് നോട്ട് എ വെരി നോർമൽ തിങ്. ആൻഡ് ഐ നോട്ടീസ്ഡ്, ഇത് ഞാൻ എയിംസിൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ആൻഡ് ഇതാണ് എനിക്ക് എയിംസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഓർമ്മ വരുന്ന കാര്യങ്ങൾ. ഒരുപക്ഷെ ഞാൻ നോട്ടീസ് ചെയ്ത 1-2 കാര്യങ്ങൾ ഇപ്പോൾ അശ്വിൻ പറഞ്ഞതിൽ നിന്ന്. ഒന്ന്, ഫാക്കൽറ്റീസിനെ കുറിച്ച്. ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണെങ്കിലും പിന്നെ പ്രൈവറ്റിലാണെങ്കിൽ ദർ ആർ എക്സ്ട്രീംലി ഡൂയിങ് എക്സലൻറ്റ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് ഉണ്ടെങ്കിൽ പോലും പലതും അങ്ങനെയല്ല, പല സ്ഥാപനങ്ങളും അങ്ങനെയല്ല. നമുക്ക് തന്നെ അറിയാൻ പറ്റുന്ന ഒരുപാട് കേസസ് ഉള്ളത്
ഈ ഇൻസ്പെക്ഷനൊക്കെ വരുന്ന സമയത്ത് MCAയുടെ ഇൻസ്പെക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് OPയിൽ ഇത്ര പേഷ്യൻസ് ഉണ്ടാവണം എന്നൊക്കെ ഉണ്ട്. പല ഹോസ്പിറ്റലിലും അത് ഉണ്ടാവില്ല. അതിനു വേണ്ടിയിട്ട് അവർ ആൾക്കാരെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്പർ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ അത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലൊന്നും അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ലായിരിക്കാം. ഈവൺ ഹിയർ ഓഫ് കോഴ്സ് എയിംസിലാണെങ്കിൽ അത് പറയേണ്ട ആവശ്യമേ ഇല്ല. ക്ലിനിക്കൽ നമ്പേഴ്സ് അത് ആ ഒരു പോസിബിലിറ്റീസ്, അതുപോലെ ഫാക്കൽറ്റീസിൻ്റെ ഒരു വ്യത്യാസം അത് തീർച്ചയായിട്ടും ഉണ്ടാവാൻ സാധ്യതയില്ലേ. നമ്മുടെ ഒരു സാധാരണ ഒരു മെഡിക്കൽ കോളേജ് ആണെങ്കിലും എയിംസ് ആണെങ്കിലും പ്രീമിയം ഫാക്കൽറ്റീസ്, ആ ഫാക്കൽറ്റീസിൻ്റെ ഒരു വ്യത്യാസം, അതുപോലെ തന്നെ ഈ പറയുന്ന ക്ലിനിക്കൽ, അത് ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു അശ്വിൻ സൂചിപ്പിച്ചു തോന്നുന്നു, ക്ലിനിക്കലി നമുക്ക് കിട്ടാനുള്ള എക്സ്പോഷർ, അതിലൊരു നല്ല വ്യത്യാസം വരാൻ സാധ്യതയില്ലേ? തീർച്ചയായിട്ടും. ഒന്നാമത്തെ കാര്യം, ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയുന്ന സമയത്ത് എയിംസിലേക്ക് ഒരു ഫാക്കൽറ്റി ആയിട്ട് വരുന്നത് തന്നെ യു ഹാവ് ടു സബ്മിറ്റ് ഇത്ര റിസർച്ച് പേപ്പേഴ്സ് നിങ്ങൾക്ക് വേണമെന്നും, ഇത്ര റിസർച്ച് പേപ്പേഴ്സ് നിങ്ങൾക്ക് വേണമെന്നും, ആൻഡ് അവർക്ക് കണ്ടിന്യൂസ് ആയൊരു കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ദ പ്രൊഫസേഴ്സ് ഉണ്ടായിരിക്കും. ലൈക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആയ ഒരു വ്യക്തി ഒരു അസോസിയേറ്റ് പ്രൊഫസർ ആവാൻ വേണ്ടി ദേ ആർ കണ്ടിന്യൂസ്ലി ട്രൈങ്. സോ ആ ഒരു സ്കിൽ എന്തായാലും ഡെഫിനറ്റ്ലി നമുക്ക് ഫാക്കൽറ്റീസിൽ ഉണ്ടായിരിക്കും. ആസ് സച്ച് നമുക്കൊരു സ്റ്റേറ്റ് മെഡിക്കൽ കോളേജിനെ കമ്പയർ ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല, ബിക്കോസ് ഞാൻ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് മെഡിക്കൽ കോളേജിലെ ഒരു പ്രൊഫസറുമായിട്ട്. ആൻഡ് കമ്മിങ് സെക്കൻഡ് ടു ദി നമ്പേഴ്സ്, നമുക്ക് ഡെഫിനറ്റ്ലി എയിംസ് ഡൽഹി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലേഴ്സ് ആയ അല്ലെങ്കിൽ ഏറ്റവും നമ്പർ ഓഫ് ആളുകൾ വരുന്നത് എയിംസ് പട്നയിലേക്കാണ്, ബിക്കോസ് ബീഹാർ ഇസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ സ്റ്റേറ്റ്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താ പറയുക, ഒരേ ഡിസീസിൻ്റെ തന്നെ ഡിഫറെൻറ്റ് സെക്ഷൻ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് റെയറസ്റ്റ് ഓഫ് ദ പോസിബിലിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ബുക്സിലെല്ലാം പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും കാണാൻ നമുക്ക് കഴിയാറുണ്ട്. ആൻഡ് നമ്മൾ ദാറ്റ്സ് വെരി എനിക്ക് വളരെ സർപ്രൈസിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈവൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന തലസീമിയ ആൻഡ് ഓൾ ദീസ് തിങ്സ്, NCERT വരുന്ന തലസീമിയ, അതുപോലെ ഹിമോഫീലിയ, അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അനീമിയസിന് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ. സോ ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദം നമുക്ക് ഈ ഒരു ഞങ്ങളുടെ ഇപ്പോൾ ഒരു 6 months ആയിട്ടേ ഉള്ളൂ പോസ്റ്റിങ്ങിൽ, ആൻഡ് വി ഹാവ് സീൻ മെജോറിറ്റി ഓഫ് ദം. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ആൻഡ് ദാറ്റ്സ് എക്സ്പോഷറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ദാറ്റ്സ് പിന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യാനും, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല PGs എന്ന് പറയുന്ന സമയത്ത് PGs ആയിക്കോട്ടെ, ആൻഡ് ഡെഫിനറ്റ്ലി എയിംസിലേക്ക് വന്ന PGs ഇസ് ഡെഫിനറ്റ്ലി ക്വാളിഫൈഡ്. അവർ നീറ്റ് PG ക്വാളിഫൈ ചെയ്തിട്ട് എയിംസിലേക്ക് വന്ന ആൾക്കാരാണ്. സോ ദേ ആർ ഓൾസോ സ്കിൽഡ് പേഴ്സൺസ്, അവരും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആൻഡ് ദേ ഡു ഹാവ്, നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത് അവരും പറയും ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് തിങ്സ്, നിങ്ങൾ ഈ സെക്ഷൻസ് പഠിക്കണം, ഇത് നിങ്ങൾക്ക് ഗുഡ് ടു നോ ടോപ്പിക്സ് ആണ്, ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇസ് എ നൈസ് നോ ടോപ്പിക്സ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് യു ഹാവ് PGs ഓൾസോ. സോ PGs നമ്മളെ അതായത് UGസിനെ ശ്രദ്ധിക്കാൻ വേണ്ടി PGs ഒരു സിസ്റ്റം. സോ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഐ ഹാവ് സീൻ ഡിഫറെൻ്റ്ലി ഇൻ എയിംസ്. കാരണം വി ഹാവ് PGs, അത് കേരളത്തിലെ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന PGs ഉണ്ട്. സോ അവർ പറയും നിങ്ങൾക്ക് എയിംസിൽ കിട്ടുന്ന UGക്ക് കിട്ടുന്ന ഒരു തരം പരിഗണന ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. സോ അവരിൽ നിന്നാണ് ഞാൻ പറയുന്നത്, അവർക്കൊരു വി ഡു ഹാവ് എ ഗ്രേറ്റ് ഡിഫറൻസ്, ഞങ്ങളെ ട്രെയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു ഗ്രേറ്റ് ഡിഫറൻസ് ഉണ്ട്. യെസ്, അതാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ ഞാനൊരു കാര്യം കൂടെ നേരത്തെ ചോദിക്കണം വിചാരിച്ചാണ്. ഇപ്പോൾ നമ്മുടെ ഒരു കുട്ടി എയിംസ് കിട്ടുന്നു, ഓഫ് കോഴ്സ് കേരളത്തിൽ ഒരു നല്ലൊരു മെഡിക്കൽ കോളേജിൽ കിട്ടുന്നു, എയിംസും കിട്ടുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ബീഹാറിലോ പാട്ന എവിടെ ഇങ്ങനെ പോയി നിൽക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഡൽഹി എയിംസ് ആണ്, ഓക്കെ ഡൽഹിയിലാണെങ്കിൽ പോകാമായിരുന്നു, പാറ്റ്നയല്ലേ അതുകൊണ്ട് വേണ്ട എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ കംഫർട്ടബിളായിട്ട് നിൽക്കാമല്ലോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു മെഡിക്കൽ കോളേജ് തന്നെ സെലക്ട് ചെയ്യുന്നതും അതല്ല എനിക്ക് കിട്ടിയ എയിംസിൽ പോകുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്നതിനാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ അശ്വിൻ എന്ത് തോന്നുന്നു, അങ്ങനെ ഒരു സെലക്ഷൻ വേണ്ടി വന്നാൽ ഇവരെന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഞാൻ എയിംസ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എയിംസിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയും, ബിക്കോസ് ഓഫ് ദീസ് തിങ്സ്. ആൻഡ് സെക്കൻഡ്ലി ഞാൻ പറയും എയിംസ് ടാഗ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പ്രസ്റ്റീജിയസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആൻഡ് യു വിൽ ഗെറ്റ് ഫ്രണ്ട്സ്. ഇപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് എയിംസ് പട്നയിലാണ് ഞാൻ, സോ എനിക്ക് എയിംസ് ഗോരഖ്പൂരിലായിക്കോട്ടെ, എയിംസ് ഹൈദരാബാദിലായിക്കോട്ടെ, യു വിൽ ഗെറ്റ് ഒരു ഓൾ ഇന്ത്യ കണക്ഷൻ നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റും. ആൻഡ് വെൻ യു ആർ ഗോയിങ് ടു അനദർ സ്റ്റേറ്റ്, ഞാൻ എൻ്റെ PGക്ക് ചെയ്യാൻ പോകുന്ന സമയത്തും ഇറ്റ്സ് നോട്ട്, ഞാൻ പറയില്ല ഒരു എയിംസിൽ പഠിക്കുന്ന കുട്ടിക്ക് എയിംസിൽ കിട്ടുമെന്ന് ഞാൻ പറയില്ല, പക്ഷേ
നിങ്ങൾ എയിംസിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ട് ദാറ്റ് ഞാൻ എയിംസിലാണ് പഠിക്കുന്നത്. സോ ദർ ഇസ് എ ഹയർ ചാൻസ് ദാറ്റ് ആൻഡ് പി ജിക്കും എയിംസ് ഓപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് എയിംസിൽ പഠിക്കുന്ന പി ജിസ് ഞാൻ പറയുന്നത് അവർ നമ്മൾ ട്രെയിൻ ചെയ്യുന്നു. സോ അഗെയിൻ നിങ്ങളുടെ എൻട്രൻസ് വരുന്ന പി ജി എൻട്രൻസ് ആയിക്കോട്ടെ, അവിടെയും ദർ ഇസ് എ ഗ്രേറ്റ് തിങ്. പിന്നെ ഈ ഒരു കാര്യം, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഡെഫിനറ്റ്ലി അത് എവിടെയായാലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരിക്കലും ഈവൻ ട്രിവാൻഡ്രം ആയിക്കോട്ടെ, കോഴിക്കോട് ആയിക്കോട്ടെ, എവിടെയായാലും നിങ്ങൾക്ക് കിട്ടുന്ന ലീവ്സ് എല്ലാം കുറവ് തന്നെയായിരിക്കും. അതിൽ നിങ്ങൾക്ക് എപ്പോഴും ഡിസ്റ്റൻസ്, ആ ഒരു ട്രാവൽ എന്ന് പറയുന്ന ഒരു ദൂരം കുറയുന്നല്ലാതെ നിങ്ങൾക്ക് വീട്ടിലേക്ക് വരാനുള്ള ചാൻസ് അപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ അതിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഗെറ്റ് ഔട്ട്. നിങ്ങൾ ഇനീഷ്യലി ഒരു ഫസ്റ്റ് ഇയർ അവിടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും. ബിക്കോസ് കൾച്ചർ ഇസ് ഡിഫറെൻറ്റ്, ലാംഗ്വേജ് ഇസ് ഡിഫറെൻറ്റ്, കുട്ടികളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ആൻഡ് ഇൻട്രാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ ദാറ്റ്സ് ഫൈൻ. അത് അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഗ്രാജുവലി ആൻഡ് ഫ്രീ ഓഫ് കോഴ്സ് നിങ്ങൾ എന്താ പറയുക, ഗ്രാജുവലി ഒരു പുതിയ ലാംഗ്വേജും കൂടി പഠിക്കാൻ നിങ്ങൾ നിർബന്ധമാവും. ആൻഡ് ദാറ്റ്സ് എ ന്യൂ സ്കിൽ. സോ എ ലോട്ട് ഓഫ് ദീസ് തിങ്സ് ഇനീഷ്യലി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കാം. പക്ഷേ ഗ്രാജുവലി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഗ്രാജുവലി നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കും ദാറ്റ് വാസ് എ ഗ്രേറ്റ് ഓപ്ഷൻ. ആൻഡ് ഓൾവേസ് ഇപ്പോൾ ഒരു നീറ്റ് കേരളത്തിൽ നിന്നായിക്കോട്ടെ പുറത്തുനിന്നായിക്കോട്ടെ സ്റ്റേറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് എയിംസ് എടുക്കുന്ന ആർക്കായാലും അവരുടെ ആഗ്രഹം പി ജിക്ക് വേണ്ടിയിട്ട് ഒബ്വിയസ്ലി എയിംസിലേക്ക് പോകണം, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനിലേക്ക് പോകണം എന്നായിരിക്കും. ആൻഡ് വെൻ യു ഗോ ഫോർ ദ പി ജിക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്ട്ലി നിങ്ങൾക്ക് പേഷ്യൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. സോ ലാംഗ്വേജ് വിൽ ഡെഫിനറ്റ്ലി ബി എ റീസൺ. നിങ്ങൾക്ക് ഒരു ഹിന്ദി എന്ന് പറയുന്ന ഭാഷ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിൽ, യു ജി ടൈമിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഡയറക്ട്ലി നിങ്ങൾ അവിടെ ഒരു പി ജിക്ക് വേണ്ടി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഡേ തൊട്ട് നിങ്ങൾക്ക് ശരിക്കും ഒ പി ഡിയിൽ ഇരുന്നിട്ട് മരുന്ന് എഴുതേണ്ടി വരും. സോ ആ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഒരിക്കലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, ഐ ഡോണ്ട് നോ ഹിന്ദി എന്ന് പറയാൻ പറ്റില്ല. സോ യു ഹാവ് ദിസ് പീരീഡ്. നിങ്ങൾ ഡയറക്ട്ലി നിങ്ങൾ എയിംസിലേക്ക് യു ജി സമയത്ത് തന്നെ ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് 2 ഇയേഴ്സിനുള്ളിൽ നിങ്ങൾ ഹിന്ദി തറവും ആൻഡ് എനി ഓഫ് ദ ലാംഗ്വേജ് ആണ്, ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, യു വിൽ ബി ഗുഡ് വിത്ത് ദാറ്റ് ലാംഗ്വേജ്. ആൻഡ് ദെൻ വെൻ യു ഗോ ഫോർ ദ പി ജി നിങ്ങൾക്ക് ആ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ബാരിയർ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവില്ല. ബിക്കോസ് ആ സമയത്ത് നിങ്ങൾക്ക് ആ ബാരിയർ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നിർബന്ധമായിട്ട് നിങ്ങൾ ആ ഭാഷ പറഞ്ഞിരിക്കണം. സോ ഒരു കംഫർട്ട് സോണിൽ എന്തായാലും നിങ്ങൾക്ക് പുറത്തേക്ക് വരേണ്ടി വരും. ഈവൻ എൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ ആയിക്കോട്ടെ, ദാറ്റ് വാസ് വെരി tedious, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അറിയാത്ത സ്ഥലം, അറിയാത്ത ആളുകൾ, ആൻഡ് ഞങ്ങൾക്ക് സ്ഥലം പോലും അറിയില്ല. സോ ആ ഒരു 2-3 days വാസ് വെരി ഡിഫിക്കൾട്ട്. പക്ഷേ അതിനുശേഷം ഇറ്റ് വാസ് ഓൾ ഫൈൻ. കാരണം ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ എല്ലാം പെട്ടെന്ന് കിട്ടി. ആൻഡ് സിസ്റ്റംസ് ആൻഡ് ഫാക്കൽറ്റി സെക്യൂരിറ്റി ആയിക്കോട്ടെ എല്ലാതും നന്നായിരുന്നു. സോ അതിനുശേഷം ആ ഒരു ഫസ്റ്റ് ഇനീഷ്യലി നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഐ ഹാഡ് ദാറ്റ് പ്രോബ്ലം. പക്ഷേ യു ഹാവ് ടു ഫേസ് ഇറ്റ്. നിങ്ങൾക്ക് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് വിട്ട് നിൽക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഒരിക്കലും ദർ ഇസ് നോ വേ, നിങ്ങൾക്ക് ഒരിക്കലും റൺ ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്തായാലും ദൂരത്തേക്ക് പോകേണ്ടി വരും. ഒരു ബെറ്റർ സ്റ്റഡീസ് കിട്ടുന്നുണ്ടെങ്കിൽ വി ഹാവ് ലെസ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ കേരള. അല്ലെങ്കിൽ ഒരു നമ്മുടെ സദേൺ സ്റ്റേറ്റ്സിലെല്ലാം കമ്പാരിറ്റീവ്ലി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നാഷണൽ ഇമ്പോർട്ടൻസ് വളരെ കുറവാണ്. സോ നമുക്ക് എന്തായാലും ദൂരത്തേക്ക് പോകേണ്ടി വരും ഫോർ ദ ബെറ്റർ ഓപ്പർച്യൂണിറ്റി. സോ നിങ്ങൾ ഏർലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും ആ ഒരു കാര്യത്തുമായിട്ട് നിങ്ങൾ അക്വൈൻറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് പെട്ടെന്ന് സുഖമായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും ആ കാര്യത്തിന്. സോ ദാറ്റ്സ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതിൻ്റെ ഇടയിൽ അശ്വിൻ പറഞ്ഞതിൽ ഒരു കാര്യം ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചു, ജിപ്മറിനെ കുറിച്ച് പറയണ്ടായിരുന്നു അല്ലേ? അപ്പം നമുക്ക് എയിംസും ജിപ്മർ പോണ്ടിച്ചേരി മക്കളെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആദ്യം ഒരു ക്യാമ്പസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 2 ക്യാമ്പസ് ഉണ്ട്, ജിപ്മർ പോണ്ടിച്ചേരി. അപ്പോൾ ഇടയ്ക്ക് അശ്വിൻ പറഞ്ഞ് സംസാരിച്ച് വന്നപ്പോൾ എയിംസ് ജിപ്മർ എന്നുള്ളത് പറയണ്ടേ. അപ്പം നമുക്ക് എങ്ങനെ ഇത് കമ്പയർ ചെയ്യാൻ പറ്റുക, ജിപ്മറും എയിംസും? സപ്പോസ് ഒരു കുട്ടിക്ക് ജിപ്മർ കിട്ടുന്നുണ്ട്, എയിംസ് കിട്ടുന്നുണ്ട്. ജിപ്മറിൽ മേ ബി അശ്വിൻ നേരിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കില്ല, എന്നാലും അശ്വിൻ്റെ അറിവ് വെച്ച് ഇപ്പോൾ ജിപ്മറും എയിംസുമായിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? എൻ്റെ ഒരു നോളജ് ഞാൻ പറയുകയാണ്, എയിംസ് ഡൽഹി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനായാലും പ്രിഫർ ചെയ്യുന്നത് ജിപ്മർ പോണ്ടിച്ചേരി ആയിരിക്കും. ആൻഡ് അതിനുശേഷമായിരിക്കും നമ്മൾ റെസ്റ്റ് ഓഫ് ദി പെരിഫറൽ ആയിട്ടുള്ള ദെൻ നമ്മൾ നോക്കുന്നത് 2012 എയിംസ് ആയിരിക്കും. നമ്മൾ ഏറ്റവും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എത്രത്തോളം ഓൾഡ് ആവുന്നു അവിടുത്തെ സിസ്റ്റംസ് ആൻഡ് സ്പെഷ്യാലിറ്റീസ് എല്ലാം അത്രത്തോളം എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും. ഒരു ന്യൂവർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും അവിടുത്തെ സിസ്റ്റംസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിക്കോട്ടെ സ്പെഷ്യൽസ് ആയിക്കോട്ടെ അതെല്ലാം അത്ര കൊണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കില്ല. സോ വെൻ യു കമ്പയർ വിത്ത് 2018 എയിംസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് 2012 എയിംസ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ആൻഡ് എയിംസ് ഡൽഹി ഒരുപാട് 1960s ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയതാണ്. സോ ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് മെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിനുശേഷം ഞാൻ പറയും ജിപ്മർ പോണ്ടിച്ചേരി ഈസ് ബെറ്റർ. അതിനുശേഷം ഞാൻ പെരിഫറൽ ആയിട്ടുള്ള എയിംസ് പറയും, എന്നിട്ട് ഞാൻ ജിപ്മർ കാരയ്ക്കലിനെ പറയുള്ളൂ. ബിക്കോസ് ഇറ്റ് ഇസ് സ്റ്റിൽ അത് ഇപ്പോഴും എസ്റ്റാബ്ലിഷ് ആയില്ല ജിപ്മർ കാരയ്ക്കൽ. സോ
ഇറ്റ്സ് ഓപ്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ദ, ഞാൻ പറഞ്ഞ പോലെ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നിങ്ങൾക്ക് ജിപ്മറിലും കിട്ടും. വിൽ ബി ഏബിൾ ടു ട്രെയിൻ യു. ഒരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് വി വിൽ ബി ഗെറ്റിംഗ് ഓൾ ദീസ് തിങ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് ബീങ് എൻ എയിംസ് ഓർ ജിപ്മർ. പക്ഷെ പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എയിംസോ ആൻഡ് ജിപ്മറിലേക്ക് വരാൻ ശ്രമിക്കുക. ഡെഫിനറ്റ്ലി ഈസ് ബെറ്റർ ദാൻ ഓൾവേസ്. ഞാൻ പറയും, ഒരു പെരിഫറൽ ആയ ഒരു എയിംസ് എടുക്കണോ, ഒരു സ്റ്റേറ്റ് മെഡിക്കൽ കോളേജ് എടുക്കണോ വെച്ച് കഴിഞ്ഞാൽ ഈവൻ 2018 എയിംസ് എടുക്കണോ അതോ പെരിഫറൽ ആയ ഒരു സ്റ്റേറ്റ് കോളേജ് എടുക്കണോ വെച്ചാൽ ഞാൻ പറയും ഇപ്പോഴും ഈവൻ ഒരു ടോപ്പ് ക്ലാസ് സ്റ്റേറ്റ് മെഡിക്കൽ കോളേജിനേക്കാൾ ഞാൻ കമ്പാരിറ്റീവ്ലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു പെരിഫറൽ ആയ ഒരു 2018 എയിംസ് ആയിരിക്കും. ബിക്കോസ് ഡെഫിനറ്റ്ലി അതിൻ്റെ പ്രീമിയം കാര്യങ്ങൾ കാരണം. ഓക്കെ ഓക്കെ. പിന്നെ അടുത്ത് എനിക്ക് അറിയാനുള്ള ഒരു ആഗ്രഹമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഒരു കുട്ടികൾ ജനറൽ മെറിറ്റിൽ MBBS സീറ്റ് കിട്ടുന്നു, കേരള സ്റ്റേറ്റിൽ കിട്ടുന്നു. ആ കുട്ടി ഒരു ഡെഫിനറ്റ് എമൗണ്ട് ഓഫ് ഹാർഡ് വർക്ക് അതിന് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു എയിംസിലേക്ക് കിട്ടുക എന്നുള്ളതിൽ, അപ്പോൾ ആ കുട്ടി ഇപ്പം തന്നെ അത് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമ്മുടെ മുന്നിലിരിക്കുന്ന മക്കൾ ഇപ്പം നിങ്ങൾ എടുക്കുന്ന എഫർട്ട്, അതിൻ്റെ എത്ര ഒരു ശതമാനം, അശ്വിൻ്റെ ഒരു കണക്ക് കൂട്ടൽ പറയാം, ഏകദേശം എത്ര ഒരു പൊട്ടൻഷ്യൽ അവർ ഒന്ന് ആംപ്ലിഫൈ ചെയ്താലാണ് അവർക്ക് എയിംസിലേക്ക് പോകാൻ സാധിക്കുക? സപ്പോസ് ഇപ്പോൾ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ്, അവർക്ക് ഇപ്പോൾ പോകുന്ന പൊട്ടൻഷ്യൽ വെച്ച് എനിക്ക് എൻ്റെ ചോദ്യം നിങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദ കറണ്ട് പൊട്ടൻഷ്യൽ, വാട്ട് എവർ യു ആർ പുട്ടിങ് യുവർ എഫേർട്ട് ഓൺ, അത് വെച്ച് നിങ്ങൾക്ക് ഒരു MBBS സീറ്റ് കിട്ടുന്നു എന്ന് വിചാരിക്കുക, കേരളത്തിൽ നല്ലൊരു മെഡിക്കൽ സീറ്റിൽ കിട്ടുന്നു എന്ന് വിചാരിക്കുക. വാട്ട് എക്സ്ട്രാ വർക്ക് യു മേ പുട്ട് സോ ദാറ്റ് യു ക്യാൻ ഗെറ്റ് അഡ്മിഷൻ ടു എയിംസ്? അത് നമുക്കൊരു ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന് തോന്നുന്നു. എന്താ തോന്നുന്നത് അശ്വിൻ അതിനെക്കുറിച്ച്? എത്രത്തോളം എഫേർട്ട് ഇടണം എന്നുള്ള കാര്യം ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റുഡൻറ്റ്. നിങ്ങളുടെ കോൺസെപ്റ്റ് എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു എന്നതിനെ വെച്ചിരിക്കും. ഞാൻ പറയും ഡെഫിനറ്റ്ലി ഇനീഷ്യലി, അത് ഇറസ്പെക്റ്റീവ് അത് ആരോ ആയിക്കോട്ടെ, ഇനീഷ്യലി യു വിൽ ബി ഹാവിങ് സ്ട്രഗിൾസ്. ഞാൻ കരഞ്ഞ സമയങ്ങളുണ്ട്, ഞാൻ പേന വലിച്ചിരുന്ന സമയങ്ങളുണ്ട്. സോ ദിസ് നിങ്ങൾക്ക് റെസ്പെക്റ്റീവ്ലി നിങ്ങൾക്ക് ആ ഒരു ഇനീഷ്യലി എഫേർട്ട് കൊടുക്കുക തന്നെ വേണം. ഞാൻ +1 +2 സമയത്ത് വളരെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം എൻ്റെ കോൺസെപ്റ്റ് ഏകദേശം ബേസ് ലൈൻ ഫൈൻ ആയിരുന്നു. അതിനുശേഷം റിപ്പീറ്റ് ഇയർ കൂടി ചെയ്തപ്പോഴാണ് എൻ്റെ കുറച്ചുകൂടി ബെറ്റർ ആയത്. സോ ഇനീഷ്യലി പക്ഷേ റിപ്പീറ്റ് ഇയർ വാസ് ഫൈൻ, കാരണം ഞാൻ എടുക്കേണ്ട സ്ട്രഗിൾ ഞാൻ +1 സമയത്ത് എടുത്തിട്ടുണ്ട്. ഞാൻ കരയേണ്ട സമയങ്ങളിലും ഉറങ്ങാതിരിക്കേണ്ട സമയങ്ങളിലും ഞാൻ +1 സമയത്ത് ഇരുന്നിട്ടുണ്ട്. സോ ആ സ്ട്രഗിൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ റിപ്പീറ്റർ ബാച്ചിന് പോകുന്ന സമയത്താണ് എനിക്ക് അറിയായിരുന്നു എനിക്ക് കോൺസെപ്റ്റ് ഫൈൻ ആണെന്നും ചെറിയ ചെറിയ ഗ്യാപ്സ് ഫില്ല് ചെയ്യണം. ആൻഡ് ഐ ഹാഡ് ഡു ദ മോക്ക് ടെസ്റ്റ്. ഇതായിരുന്നു എൻ്റെ മെയിൻ ആയിട്ടുള്ള തീം. സോ എയിംസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഡെഫിനറ്റ്ലി യു ഹാവ് ടു തിങ്ക് അബൌട്ട് എയിംസിനെ കുറിച്ച് ചിന്തിക്കണം. ആൻഡ് നിങ്ങൾക്ക് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ആസ്പെക്റ്റിനെ കുറിച്ചിട്ട് നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നൊരു, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ പിയേഴ്സിന് ഇടയ്ക്ക് നമ്മൾ ബെറ്റർ മാർക്സ് കിട്ടി, യെസ് ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഗുഡ്. പക്ഷേ അത് പോരാ എന്നും ഇനിയും എനിക്ക് വർക്ക് ചെയ്യണമെന്നും, എത്രത്തോളം വർക്ക് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നിങ്ങൾക്ക് മാക്സിമലി പറ്റുമോ അത്രയും വർക്ക് ചെയ്യണം. ബിക്കോസ് അറ്റ് ദ നാഷണൽ ലെവൽ നിങ്ങൾ വേറൊരു വ്യക്തിയെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എത്ര കൂടുതൽ മാർക്ക് വാങ്ങിച്ചു, നിങ്ങൾ എത്ര വർഷം ഇരുന്ന് പഠിച്ചെന്നോ, നിങ്ങൾ എത്ര രാത്രികൾ ഉറങ്ങാതിരുന്നു എന്നൊന്നല്ല, അൾട്ടിമേറ്റ്ലി നിങ്ങൾ ആ 3 hours എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ 3 hours, ദാറ്റ് ഈസ് വാട്ട് മാറ്റേഴ്സ്. നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്തു, ഇപ്പോൾ ഞാൻ എത്രത്തോളം വർക്ക് ചെയ്തെന്നുള്ളത് എനിക്ക് നിങ്ങളോട് പറയാം, പക്ഷെ അതൊരിക്കലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സോ എത്രത്തോളം നിങ്ങൾ എഫേർട്ട് ഇടണം എന്നുള്ളത് നിങ്ങളുടെ കറൻറ്റുള്ള നിങ്ങളുടെ സ്റ്റേറ്റ് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എനിക്ക് എവിടെയാണ് ഫോൾസ്, എനിക്ക് ബേസ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എനിക്ക് മനസ്സിലാവുന്നില്ലേ, ബേസിക് കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലാവുന്നത്, ദെൻ യു ഹാവ് ടു റെക്ടിഫൈ ദാറ്റ്. ദെൻ നിങ്ങൾക്ക് ഒരു ബിഗിനർ ആസ് എ ബിഗിനർ ഞാൻ പറയുന്ന സമയത്ത് സ്പീഡ് ആൻഡ് ആക്യുറസിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ് എ ബിഗിനർ ഇസ് ആക്യുറസി. ഇനീഷ്യലി നിങ്ങൾ സ്പീഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല. ഇനീഷ്യലി നിങ്ങൾ ആക്യുറസിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ബേസ് ഉള്ള കോൺസെപ്റ്റ് ആക്യുറേറ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ടൈം എടുത്തിട്ടായാലും നിങ്ങൾ ആ തിങ്സ് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പരമാവധി ടൈം കുറച്ച് ചെയ്യാൻ ശ്രമിക്കണം. പക്ഷേ സ്പീഡ് ഫോക്കസ് ആയിരിക്കരുത് ബിഗിനേഴ്സിന്. ആൻഡ് ഒരു 3 months മുന്നേ, അതൊരു എക്സാമിന് ഒരു 3 months മുന്നേ ഒക്കെ യു ഷുഡ് ഫോക്കസ് ഓൺ. ആ ഒരു സമയം ആകുമ്പോഴേക്കും സ്പീഡ് നിങ്ങൾക്ക് വരാൻ തുടങ്ങും. അപ്പോഴായിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് സ്പീഡ് എനിക്ക് വരുന്നുണ്ട്. ആൻഡ് അതിനെ പിന്നീടാണ് നിങ്ങൾ മോഡിഫൈ ചെയ്യേണ്ടത് ആ സ്പീഡ് എന്നുള്ള ഒരു ആസ്പെക്റ്റിനെ. ഇനീഷ്യൽ നിങ്ങൾ സ്പീഡിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആക്യുറസി എന്നുള്ള കാര്യം മറന്നു പോകും. ഓക്കെ, സോ ആക്യുറസി ഈസ് ഫസ്റ്റ്. പിന്നീട് ത്രൂ ഔട്ട് ദ ജേർണി ആ ഒരു ഡൗൺ ദ ലൈൻ നിങ്ങൾ ആ സ്പീഡ് ക്യാച്ചപ്പ് ചെയ്യേണ്ടതാണ്. ആൻഡ് ദെൻ യു വിൽ ഗെറ്റ് ഇറ്റ്.
സോ എത്രത്തോളം എഫേർട്ട് നിങ്ങൾ എയിംസിന് വേണ്ടി ഇടണം എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് കോൺസെപ്റ്റ് യു നോ, എത്രയാണ് നിങ്ങളുടെ കറണ്ട് അണ്ടർസ്റ്റാൻഡിങ്. ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെ കൂട്ടുകാരനേക്കാൾ മാർക്ക് വാങ്ങിക്കാനല്ല, നിങ്ങളുടെ പിന്നത്തെ നിങ്ങൾ ഒരു മോക്ക് ടെസ്റ്റിന് എനിക്ക് ഇത്ര മാർക്ക് കിട്ടി, മേക്ക് ഷുവർ ദാറ്റ് അതിനേക്കാൾ മാർക്ക് എനിക്ക് നെക്സ്റ്റ് മോക്ക് ടെസ്റ്റിൽ കിട്ടും. ബിക്കോസ് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ പിയർ ഗ്രൂപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ദാറ്റ്സ് വളരെ അത്ര കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കമ്പാരിസൺ അല്ല ഇവിടെ നമ്മൾ നടക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ നാഷണൽ ലെവൽ എക്സാം, നമുക്ക് അറിയാത്ത കാൻഡിഡേറ്റ്സ് ഉണ്ടായിരിക്കും. സോ ഓൾവേസ് കമ്പയർ വിത്ത് യുവർ സെൽഫ്. നിങ്ങളുടെ ഇനീഷ്യൽ ആയ സ്കോർ എത്രയായിരുന്നു, അതിനേക്കാൾ ബെറ്റർ ആവാൻ നിങ്ങൾ ഓൾവേസ് ശ്രമിക്കുക. അതാണ് എൻ്റെ ഒരു ഇതിനെക്കുറിച്ച് പറയുന്നത്. മക്കളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അശ്വിൻ സംസാരിച്ചു തുടങ്ങിയ സമയത്ത് അശ്വിൻ +1 +2 ആ സമയത്ത് പിന്നെ നീറ്റിന് വേണ്ടി സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു വർഷത്തെക്കുറിച്ച് പറഞ്ഞു, എയിംസിന് അഡ്മിഷൻ എടുത്തതിനെ കുറിച്ച് പറഞ്ഞു, എയിംസിൽ ക്ലാസ്സുകൾ നടക്കുന്ന അതിൻ്റെ ഇടയിലൊക്കെ അശ്വിൻ പറഞ്ഞൊരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചു കാണും വിചാരിക്കും, PGയെക്കുറിച്ച്, PG ചെയ്യുന്നതിനെ കുറിച്ച് കൂടെ പറയണ്ടേ. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് മക്കളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ +1 ചെയ്യുന്നു, +2 ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു, വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങൾ ഈ ചെയ്യുന്നത്, ഇത് വലിയൊരു സാധനം നമ്മൾ തലയിൽ കയറ്റി വെച്ചിരിക്കുന്നു എന്നതിലുപരിയായിട്ട് യു ഹാവ് ടു തിങ്ക് ഇൻ ദ ലോങ് ടേം പ്രൊസീജിയറായിട്ട് ചിന്തിക്കണം. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞ് നിങ്ങൾ MBBSന് അഡ്മിഷൻ കിട്ടുന്നു. MBBSൻ്റെ ഫസ്റ്റ് ഇയർ സ്റ്റഡിയെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടില്ല, ഇപ്പോൾ ചോദിക്കണം വിചാരിക്കണം. MBBSൻ്റെ ഫസ്റ്റ് ഇയർ സ്റ്റഡി, സെക്കൻഡ് ഇയർ സ്റ്റഡി, ക്ലിനിക്കൽ അപ്രോച്ച് തുടങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി PGക്കുള്ള കോമ്പറ്റീഷൻ ലെവലിനെ കുറിച്ച് നിങ്ങൾ അവെയർ ആണോ? അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ അതുകൂടെ ഒന്ന് അശ്വിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അശ്വിൻ. യെസ് സർ, ഞാൻ സാർ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഇതൊരു നിങ്ങൾ MBBS കിട്ടി, യു കാൻ സ്റ്റോപ്പ് ദിസ് തിങ്. കാരണം നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഈവൻ നിങ്ങൾ നീറ്റ് PG എഴുതി, കറൻ്റ്ലി നീറ്റ് PG ആണ്, നീറ്റ് PG എഴുതി നിങ്ങൾ PG കിട്ടി, അതിനുശേഷം യുൽ ബി ഒരു സ്പെഷ്യാലിറ്റി ചൂസ് ചെയ്യുന്നു, അതിനുശേഷം നിങ്ങൾക്ക് സ്പെഷ്യാലിറ്റി ഇരിക്കുന്ന സമയത്ത് നീറ്റ് SS എഴുതേണ്ടി വരും. സോ നമ്മൾ ജനറലി ഇത് പറയുന്ന സമയത്ത് ഇറ്റ് ഇസ് എ 12 ഇയർ 13 ഇയർ കോഴ്സാണ് നമ്മൾ പറയുന്നത്. സോ ഇറ്റ് ഈസ് ഒരു 13 ഇയർ മനസ്സിൽ കാണണം. സോ നിങ്ങൾക്ക് ഇനിയും നിങ്ങൾക്കൊരു എസ്റ്റാബ്ലിഷ് ഒരു ഡോക്ടർ ആവാണ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഉള്ള ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റൈറ്റ് 2 more എക്സാംസ്. നിങ്ങൾ കറൻ്റ്ലി എഴുതുന്ന നീറ്റ് ഒഴികെ നീറ്റ് PG ഉണ്ടായിരിക്കും, നീറ്റ് SS ഉണ്ടായിരിക്കും. സോ യു ഹാവ് ടു, നിങ്ങൾ ഈ പഠിച്ച് നിർത്തുക എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. യു ഹാവ് ടു സ്റ്റഡി ഓൾവേസ്. നമ്മളെ പഠിപ്പിക്കുന്ന ഡോക്ടേഴ്സ് ആയാലും അവരും ഓൾറെഡി എവറി ടൈം അവർ അപ്ഡേറ്റഡ് ആണ്. ആൻഡ് യു ഹാവ് ടു ബി എ ലൈഫ്. ഞങ്ങൾക്ക് EdCom എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ടാവാറുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് അബൌട്ട് നമ്മളെ എങ്ങനെയാണ് ഒരു ബെസ്റ്റ് ഡോക്ടർ ആക്കുക, എത്തിക്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ടാവാറുണ്ട്. സോ അതിൽ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡോക്ടർ ഷുഡ് ബി ലൈഫ് ലോങ് ലേണർ. കാരണം നിങ്ങൾക്ക് ഇത് റൺ ഔട്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലായിക്കോട്ടെ, മെഡിസിനിലായിക്കോട്ടെ, എന്തൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ട്, യു ഹാവ് ടു ഓൾവേസ് അപ്ഡേറ്റ് യുവർ സെൽഫ്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പറയുന്ന സമയത്ത്, നീറ്റ് PG എന്ന് പറയുന്ന സമയത്ത് ഈ MBBS കഴിഞ്ഞ് കയറുന്ന ഈ കുട്ടികളോടാണ് നിങ്ങൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. ദാറ്റ്സ് എ ബിഗർ കോമ്പറ്റീഷൻ. അവിടെ നിങ്ങൾക്ക് സീറ്റ്സ് കുറവാണ്. അവിടെ ഇതിനേക്കാൾ വലിയ നിങ്ങൾക്ക് ഏകദേശം, ഇപ്പോൾ ഞാൻ നീറ്റിന് പഠിക്കുന്നത് ഏകദേശം ഒരു 3 വർഷമാണ് പഠിക്കുന്നതെങ്കിൽ, ഞാൻ നെക്സ്റ്റ് ഇയർ തൊട്ട് 3rd ഇയർ തൊട്ട് എനിക്കിനി നീറ്റ് PGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടി വരും. 3rd ഇയർ 4th ഇയർ ഇന്റേൺഷിപ്പ് ടൈമിൽ. ദാറ്റ് ഇസ് നോർമലി വാട്ട് വി ഡു. നമ്മുടെ സീനിയേഴ്സ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. 3rd ഇയർ ആൻഡ് ഫൈനൽ ഇയർ ആൻഡ് ഇന്റേൺഷിപ്പ് ടൈമിൽ നീറ്റ് PGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടി വരും. സോ ദിസ് ഈസ് എ നോർമൽ തിങ്. നിങ്ങൾ ചെയ്യുന്ന കാര്യം ഇറ്റ് ഇസ് എ വെരി നോർമൽ തിങ്. നിങ്ങൾക്കിത് ഒരു ഫസ്റ്റ് ഇയർ നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യാം. അഗെയിൻ സെക്കൻഡ് ഇയർ തൊട്ട് യു ഹാവ് ടു ടേക്ക് ഓൺ ദ ഈ എടുക്കുന്ന നിങ്ങൾക്ക് ബേർഡൻ ആണെന്ന് തോന്നുന്ന കാര്യം നിങ്ങൾക്ക് വീണ്ടും പിക്കപ്പ് ചെയ്യേണ്ടി വരും. ആൻഡ് ഇതൊരു ലൈഫ് ലോങ് ആയ അതിനെ മനസ്സിലാക്കുക. എന്താണ്, എക്സാംസ് ആർ ഫൈൻ. നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് നീറ്റ് വേണ്ട എന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ JEE വേണ്ട എന്ന് വിചാരിച്ച് പോയാലും അൾട്ടിമേറ്റ്ലി ഏതായിക്കോട്ടെ, PSC ആയിക്കോട്ടെ, UPSC ആയിക്കോട്ടെ, ഇറ്റ് ഇസ് ഓൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരും നിങ്ങൾക്കൊരു നല്ലൊരു പോസ്റ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ. സോ അതൊരു ഇന്നോവേറ്റബിൾ ആയ ഒരു കാര്യമാണ്. സോ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് എടുക്കാനുള്ള എഫേർട്ട് ഇപ്പോൾ ഇനീഷ്യലി എടുക്കുക. ഇനിയും എടുക്കേണ്ടി വരും, നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല, ഇനിയും നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. പക്ഷെ ഇതിനൊരു നോർമൽ ആയ ഒരു കാര്യമായിട്ട് മനസ്സിലാക്കുക. ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് ലൈഫ് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഞാൻ സോഷ്യൽ എൻവയറമെൻറ്റ് വെച്ച് ചോദിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ. ഇപ്പോൾ ലഹരിയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണല്ലോ. പ്രത്യേകിച്ചും കേരളത്തിൽ ലഹരിയെക്കുറിച്ച് നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥയിലാണ് ഉള്ളത്.
എങ്ങനെയാണ് എയിംസ് പോലൊരു സ്ഥാപനത്തിലൊക്കെ ഇപ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ചില വാർത്തകളൊക്കെ ഉണ്ടാവും. നല്ല ടോപ്പ് റാങ്ക് മേടിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതിഗംഭീരമായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും ഇത്തരം ലഹരികൾക്കൊക്കെ അടിമപ്പെട്ടു പോവുകയും പിന്നീട് വളരെ കുത്തഴിഞ്ഞൊരു ജീവിതത്തിലേക്ക് പോകുന്നതും അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പല സന്ദർഭങ്ങളായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പോസിബിലിറ്റിയെക്കുറിച്ച് ഒരു പുതിയൊരു സ്റ്റുഡൻറ്റ് ഒരു ക്യാമ്പസിലേക്ക്, കാരണം +1 +2 കഴിഞ്ഞ് തികച്ചും വ്യത്യസ്തമായിട്ടൊരു കോളേജ് ലെവലിലേക്കാണല്ലോ വരുന്നത്, അത്തരം ഒരു സാധ്യതകളെക്കുറിച്ച് വല്ലതും പറയാനുണ്ടെങ്കിൽ ആവാം. എയിംസിൻ്റെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലഹരി എന്ന് പറയുന്നൊരു കാര്യത്തെക്കുറിച്ച് ന്യൂസസ് ആയിക്കോട്ടെ, വി ഹാവ് റൗണ്ട്സസ്, ഞങ്ങളുടെ ഫാക്കൽറ്റീസ് ഞങ്ങൾക്ക് റൗണ്ട്സിന് വരും, ആൻറ്റി റാഗിങ് റൗണ്ട്സിനും അതുപോലെ ഇങ്ങനെ ഹോസ്റ്റൽ ചെക്കപ്സിനൊക്കെ വരാറുണ്ട്. സോ ആ സമയത്തൊന്നും എവർ റിപ്പോർട്ടഡ് ഞങ്ങൾക്ക് ഒരു ലഹരി എന്ന് പറയുന്നൊരു കാര്യം ഇതുവരെ റിപ്പോർട്ട് ആയിട്ടില്ല. ആൻഡ് സെക്കൻഡ്ലി എസ്പെഷ്യലി ബീഹാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഡ്രൈ സ്റ്റേറ്റ് ആണ്, യു ഡോണ്ട് ഹാവ് ആൽക്കഹോൾ കിട്ടത്തില്ല ബീഹാറിൽ. പിന്നെ മയക്കുമരുന്ന്, ഡ്രഗ്സ് എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ന്യൂസ് ഞാൻ എൻ്റെ കോളേജിൽ കേട്ടിട്ടില്ല. ആൻഡ് ഐ തിങ്ക് അങ്ങനെ കുട്ടികൾ കുറവാണ്. നമുക്ക് ഇവിടെ ഇപ്പോൾ വളരെ ധാരാളമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് അല്ലേ, MDMA എന്നറിയാത്ത കൊച്ചുകുട്ടികൾ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ചോദ്യം ചോദിച്ചത് അല്ലേ. അപ്പോൾ അത്തരമൊരു സിറ്റുവേഷനിലാണ് കേരളത്തിൽ പ്രത്യേകിച്ചും. എനിക്ക് അറിയില്ല, മറ്റ് സാഹചര്യങ്ങളെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ട് ഞാനത് ചോദിച്ചു എന്ന് മാത്രം. ഇനി നമുക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ 10th കഴിഞ്ഞിങ്ങോട്ട് ഇപ്പോൾ അശ്വിൻ എത്തി നിൽക്കുന്ന അവസ്ഥയിൽ വരെ, ഈ 10th കഴിഞ്ഞിങ്ങോട്ട് അശ്വിൻ്റെ യാത്രയെക്കുറിച്ചൊന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് കുറച്ചൊരു ഇൻസ്പിറേഷൻ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുന്നു. അതിൽ എന്താ പറയുക, ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പറയാം, അതുപോലെ ഉണ്ടായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ചും പറയാം, എല്ലാം. യെസ് സർ, ഞാൻ എൻ്റെ ഒരു ഡോക്ടർ എന്ന് പറയുന്ന ഒരു ഡ്രീം ആസ് സച്ച് എനിക്ക് ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ചെറുപ്പത്തിലെ എല്ലാവരും പറയുന്നു ഡോക്ടർ ആവണം എന്ന് തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. ബട്ട് എൻ്റെ മെഡിക്കൽ സയൻസ് എടുക്കാനുള്ള എൻ്റെ ഒരു മേജറായൊരു ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ലവ് സയൻസ്. ഞാൻ സയൻസ് ആസ് സച്ച് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ. ഫസ്റ്റ് ഡോക്ടർ എന്നുള്ള ഒരു സ്പാർക്ക് തുടങ്ങിയത് ഏത് ക്ലാസ്സിലായിരിക്കും? അത് ഞാൻ ചെറുപ്പത്തിലെ പറയുമായിരുന്നു, വീട്ടിൽ പറയുമായിരുന്നു. ഓക്കെ. പക്ഷേ അതൊരു നിർബന്ധമായിട്ട് ഞാൻ ഡോക്ടറായിട്ടൊരു ജോലി ചെയ്യണം എന്നൊരു രീതിയിൽ ഫോക്കസ്ഡ് ആയിരുന്നില്ല. എനിക്കിഷ്ടമായിരുന്നു ഡോക്ടർ ആവുക, കാരണം ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയിരുന്നു. പിന്നെ ഞാൻ MBBS എടുക്കാനുള്ള ഒരു മെയിൻ ആയ റീസൺ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സയൻസ് ആസ് സച്ച് ഒരുപാട് ഇഷ്ടമുള്ള സെക്ടറാണ്. ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ. സോ എനിക്ക് ഡെഫിനറ്റ്ലി അത് തന്നെയാണ് അതാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യമെന്നും എനിക്കൊരു ആർട്സ് അല്ലെങ്കിൽ വേറൊരു സെക്ടറിലേക്ക് എനിക്ക് താല്പര്യമായിരുന്നു, എനിക്കറിയായിരുന്നു. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു നീറ്റ് ആയിക്കോട്ടെ, GE ആയിക്കോട്ടെ, എനിക്ക് കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു ബയസ് കുറച്ചുകൂടി ബയോളജി എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ആയിരുന്നു. സോ ബയോളജിയിൽ ഞാൻ ചൂസ് ചെയ്തു ആൻഡ് നീറ്റ് ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് എൻ്റെ ഇനീഷ്യലായൊരു ഇഷ്ടപ്പെട്ട വിഷയം ഏതായിരുന്നു? ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി? ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് ഇറ്റ് ഇസ് എൻ്റെ ഡിസെൻഡിങ് ഓർഡറിൽ ഞാൻ മാത്സ് ആണ് എനിക്ക് ഫസ്റ്റ്. ഞാൻ 10th ലിസ്റ്റിൽ ഇല്ലാത്ത ആളാണ് ഫസ്റ്റ്. ഞാൻ മാത്സിൻ്റെ GE അഡ്വാൻസ്ഡ് ക്ലാസ് എല്ലാം കാണുമായിരുന്നു. സോ ഐ ലവ് മാത്സ്, എനിക്ക് ഇഷ്ടമാണ്, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോ. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഒരു എഞ്ചിനീയർ എന്ന രീതിക്കുള്ളൊരു ജോബിന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ ദാറ്റ്സ് വൈ ഞാൻ GE മെയിൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്ക് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, മാത്സിനോടുള്ള ആ പ്രണയം തീർച്ചയായിട്ടും ഈ യാത്രയിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഉറപ്പല്ലേ? ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്നുള്ള നിലയ്ക്ക് മാത്സിനോടുള്ള പ്രണയം ഉറപ്പായിട്ടും, ഇത് പറയുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് ആ പൾസ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്സിനോടുള്ള പ്രണയം കൃത്യമായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിൽ സഹായിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ശരിയല്ലേ? അതെ. നമ്മൾ എസ്പെഷ്യലി ഫിസിക്സ് ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രിയിലൊക്കെ ലോഗിൻ്റെ ആസ്പെക്ട് വരുന്നുണ്ട്, ചെറുതായിട്ട് ഇൻറ്റിഗ്രേഷൻ വരുന്നുണ്ട്, ആൻഡ് ഡിഫറൻസിയേഷൻ. സോ ഇതെല്ലാം നിങ്ങൾക്ക് അറിയുമെങ്കിൽ ദാറ്റ്സ് എ ഗ്രേറ്റർ എഡ്ജ്. ആൻഡ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്കിൽ അത് ഗ്രാജുവലി വരേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ഡിനോമിനേറ്ററിൽ 10 to the powers മുകളിലേക്ക് എടുക്കാനും താത്തിക്ക് എടുക്കാനും ഇതെല്ലാം വളരെ മൈനർ ആയിട്ടുള്ള സ്കിൽസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ആ ഒരു മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. സോ മാത്സ് എനിക്കറിയാം, ഒരുപക്ഷെ നീറ്റിലേക്ക് ഓപ്റ്റ് ചെയ്യുന്ന മിക്ക കുട്ടികൾക്കും മാത്സിന് അധികം താല്പര്യമില്ലാത്ത കുട്ടികളായിരിക്കും, ഫിസിക്സും അധികം താല്പര്യമില്ലാത്ത കുട്ടികളായിരിക്കും. മെയിൻലി അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്ന സബ്ജക്റ്റായിട്ട് കെമിസ്ട്രി ആൻഡ് ബയോളജി എനിക്ക് തോന്നുന്നുണ്ടായിരിക്കും. ദാറ്റ്സ് ഫൈൻ. പക്ഷേ നിങ്ങളെ ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾ എന്തായാലും മെച്ചപ്പെട്ടെടുത്തിക്കണം. എൻ്റെ ഒരു ജേർണിയെക്കുറിച്ച് ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, യെസ്, നീറ്റിൻ്റെ ഇവിടെ വന്ന് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഡെഫിനറ്റ്ലി
ഞാൻ കോവിഡ് ടൈമിലാണ് ഇവിടേക്ക് വന്നത്. സോ എനിക്ക് ടൈം ഉണ്ടായിരുന്നു, ഓൺലൈൻ ക്ലാസ് ആയിരുന്നു, കോവിഡ് ആയിരുന്നു. സോ എനിക്ക് ഒരുപാട് ടൈം ഉണ്ടായിരുന്നു. പക്ഷേ ഇനീഷ്യലി ആ ഒരു സ്ട്രഗിൾസ് ഞാനിപ്പോൾ ചിന്തിക്കുന്ന സമയത്ത് ഉറങ്ങാതിരുന്ന കാര്യങ്ങളും എസ്പെഷ്യലി ഫിസിക്സ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ കൂടി നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാകും. നമ്മൾ ക്ലാസ് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്താ ക്ലാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് നടന്നതെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല. സോ ദാറ്റ്സ് എ വെരി ഇനീഷ്യൽ ഒരു ബിഗിനറിന് വരുന്ന വലിയൊരു പ്രശ്നമാണ്. ക്ലാസ് മനസ്സിലായി, ഇക്വേഷൻസ് അറിയാം, പക്ഷേ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യണമെന്ന് അറിയില്ല. ദാറ്റ്സ് ബിക്കോസ് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഫിസിക്കാലിറ്റി നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾക്കൊരു ചാപ്റ്റർ പഠിച്ചു, സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളൊരു മോഷൻ ഇൻ 1D പഠിച്ചു, സ്ട്രെയിറ്റ് ലൈൻ പഠിച്ചു, മോഷൻ ഇൻ 2D അതിൽ പറയുന്ന സമയത്ത് ഇതിനെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, ഒരു ആക്സസ് കൂടി വന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എക്സ് ആക്സിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വൈ ആക്സസ് കൂടി വന്നു, ഇതിനെ റിലേറ്റ് ചെയ്യാൻ പഠിക്കണം. അതുപോലെ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണ്, അവിടെ സംഭവിക്കുന്നത് എന്താണ്, യു ഹാവ് ടു ഇമാജിൻ ദാറ്റ്. ആ ഒരു ഇമാജിൻ ചെയ്യാനുള്ള കപ്പാസിറ്റിയും എല്ലാം ഗ്രാജുവലി നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് ഈ ഒരു ലാംഗ്വേജാണ് ഞാൻ ആ ക്വസ്റ്റ്യനിൽ കണ്ടത്. സോ ഇറ്റ് ഈസ് സിമിലർ ടു ദിസ് തിങ്. സോ ഒരാളൊരു ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇതൊരു നോളജാണ്. ആ ഒരു നോളജ് വരുന്നത് ഞാൻ ആ മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ്, എനിക്ക് ആ സിനാരിയോ അറിയുന്നത് കൊണ്ടാണ്. സോ ആ ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്ന കാര്യം ഗ്രാജുവലി പ്രാക്ടീസ് വെച്ച് മാത്രമേ വരികയുള്ളൂ. പിന്നീട് ഈ ഒരു ത്രൂ ഔട്ട് ജേർണിയിൽ എൻ്റെ ഒരു ജേർണിയിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇനീഷ്യൽ എൻ്റെ അറ്റംപ്റ്റിൽ ചെയ്ത ഒരു മിസ്റ്റേക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മോക്ക് ടെസ്റ്റ് നേരെ അറ്റൻഡ് ചെയ്യായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഐ എം നോട്ട് പ്രിപ്പയർഡ് ഫോർ ദി എക്സാം. സോ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ബെറ്ററായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യാന്നൊക്കെ വിചാരിക്കുന്ന സമയങ്ങളുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ഒരിക്കലും മാസ്റ്റർ ആവില്ല. നിങ്ങൾക്കൊരു ടോപ്പിക്കിൽ എപ്പോഴും മാസ്റ്റർ ആകുമ്പോൾ ദർ വിൽ ബി ചെറിയ ഗ്യാപ്സ് എപ്പോഴും ഉണ്ടായിരിക്കും. സോ ഒരു ടോപ്പിക്ക് പഠിച്ചു, ആ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് ഞാൻ ആ ടോപ്പിക്ക് മാസ്റ്റർ ആയതിനു ശേഷം മാത്രമേ ഞാൻ കെമിക്കൽ ബോണ്ടിങ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ തെർമോഡൈനാമിക്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തെർമോഡൈനാമിക്സ് സ്റ്റാർട്ട് ചെയ്യത്തുമില്ല, ഇത് മാസ്റ്റർ ചെയ്യത്തുമില്ല. സോ ഓൺഗോയിങ് ആയുള്ള കാര്യങ്ങൾ പഠിക്കുക, അതിന് കൂടെ ഇതിനെ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം റിവൈസ് ചെയ്യുന്നു, നിങ്ങൾ ആ കോൺസെപ്റ്റുമായിട്ട് പെട്ടെന്ന് നിങ്ങളുടെ കോൺസെപ്റ്റിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ടൈം നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കുറയും. ആൻഡ് ആ ഒരു റിപ്പീറ്റഡ് റിവിഷൻസ് ആണ് മാറ്റർ ചെയ്യുന്നത്. ഇറ്റ് ഇസ് നോട്ട് നിങ്ങൾ ഒരു ഒറ്റ സ്റ്റേജിൽ നിങ്ങളുടെ ടോപ്പിക്ക് എത്രത്തോളം മാസ്റ്റർ ചെയ്യുന്നുള്ള കാര്യമല്ല. നിങ്ങളുടെ ടോപ്പിക്കിനെ +1 ടോപ്പിക്കിനെ നിങ്ങൾ പഠിച്ചു, നിങ്ങൾ മാസ്റ്റർ ചെയ്തു, ആൻഡ് 6 months നിങ്ങളതിന് ടച്ച് ചെയ്തിട്ടില്ല, അഗെയിൻ നിങ്ങൾ ആ 6 monthsന് ശേഷം സെയിം എഫേർട്ട് എടുക്കേണ്ടി വരും ഇഫ് യു ഡോണ്ട് റിവൈസ് ഇറ്റ്. സോ ഇറ്റ് ഈസ് നോട്ട് ദ മാസ്റ്ററി അല്ല പ്രശ്നം, കാര്യം യു ഹാവ് ടു നോട്ടീസ് ആ ഒരു ഫോക്കസ് ഓൺ ദി റെപ്പറ്റീഷൻ എന്ന് പറയുന്നൊരു കാര്യം, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ വരുന്നൊരു കാര്യം ഞാൻ ചെയ്ത് തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഗെയിൻ എക്സാംസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാംസിനെ മിസ് ചെയ്യാതിരിക്കുക. നിങ്ങളൊരു എക്സാം എന്ന് പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ MCQs ചെയ്യുന്നതും എക്സാം വേറെ കാര്യമാണ്. നിങ്ങളൊരു എക്സാം എൻവയോൺമെൻറ്റിൽ ഇരുന്നിട്ട് എക്സാം ചെയ്യുന്നതും ടൈം ബൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് ഇത്ര സമയത്തിനുള്ളിൽ തീർക്കണം എന്നൊരു ബോധത്തോടു കൂടി എക്സാം എഴുതുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. സോ ആ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ഇനീഷ്യൽ അറ്റംപ്റ്റിൽ ഞാൻ എക്സാംസ് കുറവായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതൊരു വലിയൊരു കാര്യമായിരുന്നു, എൻ്റെ മാർക്ക് കുറയാനുള്ള വലിയ കാര്യമായിരുന്നു. സെക്കൻഡ്, ഞാൻ ബാക്ക്ലോഗ്സ് ഒരുപാടുണ്ടായിരുന്നു. ഞാൻ ബാക്ക്ലോഗ്സിനെ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുന്ന ഓൺഗോയിങ് ആയ ടോപ്പിക്സിന് ലെസ് ഫോക്കസ്ഡ് ആയിരുന്നു. സോ അതും ഒരു തെറ്റായിട്ടുള്ള കാര്യമായിരുന്നു. സോ എനിക്കറിയാം ഇതെല്ലാം നിങ്ങളും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും. ബിക്കോസ് ഇതെല്ലാം വളരെ മെജോറിറ്റി ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരുപക്ഷെ ഇതെല്ലാം ആ ഒരു ജേർണി കൂടെ നമുക്ക് പോകുന്ന സമയത്ത് മാത്രം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ആ ഒരു ജേർണി കൂടെ പോകുന്ന സമയത്താണ് അതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നു. ഇതെല്ലാം ഞാൻ ആ സമയത്ത് ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ എൻ്റെ സെക്കൻഡ് ഇയറിൽ, എൻ്റെ ഈ ഒരു റിപ്പീറ്റ് ഇയറിൽ ഞാൻ റെക്ടിഫൈ ചെയ്യുന്ന സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ദിസ് വാസ് ഫോൾട്ട്, ഇതൊരു തെറ്റായ കാര്യമായിരുന്നു എന്നുള്ള കാര്യം. ആൻഡ് ഞാൻ ഫോർമുല ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ആ ഒരു എൻട്രൻസ് കോച്ചിങ് ചെയ്യുന്ന സമയത്ത് ഒരു 3-4 months ഞാൻ നല്ല ഭംഗിയിൽ ഉണ്ടാക്കും, നല്ല രീതിയിൽ ഉണ്ടാക്കുന്നൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ വിചാരിക്കും അതിനേക്കാൾ ഞാൻ പ്രയോറിറ്റി ചെയ്യേണ്ടത് MCQ ചെയ്യുന്നതാണ്, ഫോർമുല ബുക്ക് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് MCQ ചെയ്യാമെന്നൊക്കെ തോന്നും. പക്ഷേ നോ, ഇൻ ദ ലോങ് റൺ നിങ്ങൾ ഒരു 2 years കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നീറ്റിൻ്റെ ഒരു തലേ ദിവസം ഇരുന്നിട്ട് നിങ്ങൾ ഇത്രയും പഠിച്ച ഫിസിക്സിലെ ഒരു 30 chapters ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് ഒരു 30 minutes റിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ബിക്കോസ് ഓഫ് ദി ഫോർമുല ബുക്ക്. ഒരു വലിയൊരു കാര്യമാണ്. അതിന് നിങ്ങൾക്ക് എത്രത്തോളം ആ സമയം നിങ്ങൾ മുന്നേ ഇൻവെസ്റ്റ് ചെയ്യുക തന്നെ വേണം. ആൻഡ് ഫോർമുല ബുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഓൾവേസ് റിമെമ്പർ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്രത്തോളം ചെറുതാക്കി അല്ലെങ്കിൽ എത്രത്തോളം കംപ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ബിക്കോസ്
ഫോർമുല ബുക്കിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇറ്റ് ഈസ് മെൻ ടു നിങ്ങളുടെ റിവിഷൻ എന്ന് പറയുന്ന കാര്യത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഫോർമുല ബുക്ക് എപ്പോഴും ആ ഒരു രീതിക്ക് പ്രിപ്പയർ ചെയ്യുക. കുറച്ച് എഫേർട്ട് എടുത്താലും കുറച്ച് ഭംഗിയാക്കാൻ എഫേർട്ട് എടുത്താലും ഇൻ ദ ലോങ് റൺ നിങ്ങൾക്കത് ഹെൽപ്പ് ചെയ്യുകയുള്ളൂ. എൻ്റെ ഫോർമുല ബുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇറ്റ് വാസ് നോട്ട്, ഞാൻ നേരെ പ്രിപ്പയർ ചെയ്തില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അതിനെ കുറച്ചുകൂടി കംപ്ലീറ്റ് ചെയ്തതും ആൻഡ് റെക്ടിഫൈ ചെയ്തതും. സോ ഈ ഒരു 3 ആസ്പെക്ട്സ്, എക്സാംസ്, അതുപോലെ ടോപ്പിക്കിൽ തന്നെ നിൽക്കാതിരിക്കുക, ഓൾവേസ് ട്രൈ ടു മൂവ് ഓൺ, റിവൈസ്, റിപ്പീറ്റ് ആൻഡ് ഫോർമുല ബുക്ക്. ഇതാണ് ഞാൻ ചെയ്ത തെറ്റുകളായിട്ട് എനിക്ക് തോന്നുന്നത്. സോ ഐ തിങ്ക് ഇത് എല്ലാവർക്കും ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന കാര്യമാണ്. സോ ഇതാണ് എനിക്ക് എൻ്റെ ഒരു ജേർണിയിൽ ഞാൻ ചെയ്ത തെറ്റുകളായിട്ട് തോന്നിയ കാര്യങ്ങളും ആൻഡ് ഞാൻ റെക്ടിഫൈ ചെയ്ത കാര്യങ്ങളും. സോ ദാറ്റ്സ് എൻ്റെ ജേർണിയെ കുറിച്ച് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് അശ്വിനെ കാണുന്നതിന് മുൻപ്, അശ്വിനെ നേരിട്ട് കാണുന്നതിന് മുൻപ് അശ്വിൻ്റെ പേരാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. കാരണം ഓൺലൈനിൽ ക്ലാസ് നടക്കുന്നു, അപ്പോൾ പരീക്ഷ കഴിയുമ്പോൾ മാർക്ക് ലിസ്റ്റ് വരും. മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ ഞാൻ ബോർഡിൽ, ഓൺലൈനാണ് കേട്ടോ, സ്റ്റുഡിയോയിലാണ്, ബോർഡിൽ ഇങ്ങനെ 1 2 3 എന്ന് എഴുതിയിടും. നമ്മുടെ എന്താ പറയുക, ഒളിമ്പിക്സിനൊക്കെ മെഡൽ കൊടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ, 1 2 3 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതുപോലെ എഴുതിയിടും. എന്നിട്ട് ഞാൻ എഴുതിയിടും. എന്നിട്ട് ഞാൻ പതുക്കെ പേര് സസ്പെൻസ് കൊടുത്തിട്ട് മൂന്നാമത്തെ ആളുടെ പേര് വായിക്കും. എല്ലാവരും കൈയടിക്കും. കൈയടിക്കാന്ന് വെച്ചാൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ, എല്ലാവരും കൈയടിക്കും. അപ്പോൾ ഞാൻ ആ പേര് അവിടെ എഴുതിയിടും. പിന്നെ ഒരു 2 മിനിറ്റ് പോസ് ചെയ്യും. എന്നിട്ട് രണ്ടാമത്തെ ആളുടെ പേര് വായിക്കും. എന്നിട്ട് ആ പേര് എഴുതിയിടും. വീണ്ടും കൈയടിക്കും. അതിനുശേഷം ഒന്നാമത്തെ ആളുടെ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് വായിക്കുക. ഒന്നാമത്തെ ആളുടെ പേര് വായിച്ചിട്ട് ഇങ്ങനെ എഴുതിയിടും. ഇറ്റ്സ് എ യൂഷ്വൽ പ്രൊസീജിയർ ഓരോ എക്സാം കഴിയുമ്പോഴും. അങ്ങനെ എല്ലാ എക്സാംസിനും 1 2 3 ഞാൻ പഠിപ്പിക്കുന്ന ആ ബാച്ചിൽ നിന്ന് തന്നെ ആയിരുന്നു. ഒരു പ്രാവശ്യം 1 2 3 ഇങ്ങനെ വായിക്കുക. 1 2 3 വായിക്കുന്ന സമയത്ത് 1 ആണോ 2 ആണോ എന്നെനിക്ക് ഓർമ്മയില്ല. എനിക്ക് പരിചയമില്ലാത്തൊരു പേര്. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് അശ്വിൻ്റെ പേര് കാണുന്നത്. അശ്വിൻ EH അല്ലേ? അശ്വിൻ EH എന്ന പേര് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ അശ്വിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അവിടെയാണ്. അതിനുശേഷമാണ് ഞാൻ അശ്വിനെ നേരിട്ട് കാണുന്നതും ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും ആയിട്ടുള്ള സാഹചര്യങ്ങൾ അതിനുശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. അശ്വിൻ്റെ കുറേ പോരായ്മകൾ ഉണ്ടായിരുന്നത് പറഞ്ഞതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എല്ലാവരും ഒരുപക്ഷെ നോട്ട് ചെയ്തിട്ടുണ്ടാവുക ആ ഫോർമുല ബുക്കിനെ കുറിച്ച് പറഞ്ഞതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫോർമുല ബുക്ക് ഒരിക്കലും എക്സാമിൻ്റെ തലേ ദിവസം ഉണ്ടാക്കാൻ സാധിക്കില്ല. ഫോർമുല ബുക്ക് ഒരിക്കലും എക്സാമിൻ്റെ തലേ ദിവസം ഉണ്ടാക്കാൻ സാധിക്കില്ല. നല്ല ഒരു ഫോർമുല ബുക്ക് നേരത്തെ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. നോട്ട് കുറച്ച് ഭംഗിയായിട്ട് നന്നായിട്ട് എഴുതുക എന്നുള്ളതിനെ കുറിച്ച് അവൻ ചിരിക്കണം കണ്ടോ, ഇരുന്ന് ചിരിക്കുക അവൻ. നോട്ട് കുറച്ചുകൂടെ നന്നായിട്ട് എഴുതേണ്ടതിനെ കുറിച്ച്. അപ്പോൾ കംപ്രൈസ്ഡ് ആയിട്ട് വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു ഫോർമുല ബുക്ക് ഉണ്ടാക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അശ്വിൻ പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അശ്വിൻ, ഇനി എനിക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം, അത് പ്രധാനപ്പെട്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അശ്വിന് കാണാം. അശ്വിൻ ഇവിടെ വന്ന്, നമ്മുടെ ഈ സ്ഥാപനത്തിൽ വന്ന് അശ്വിൻ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ട്രെയിനിങ്ങിനെ കുറിച്ച് എന്തായിരുന്നു അശ്വിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഇവിടുത്തെ അശ്വിനെ പഠിപ്പിച്ച അധ്യാപകർ, അതുപോലെ ഇവിടുന്ന് അശ്വിന് ലഭിച്ചിട്ടുള്ള മെറ്റീരിയൽസ്, പരീക്ഷകൾ, എൻവയർമെൻറ്റ്, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണെങ്കിൽ അത്, നമ്മുടെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാം ചേർത്താണ് പറയുന്നത് കേട്ടോ. ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ പറയുന്നില്ല. അത് അശ്വിന് എന്തുമാത്രം പറയാൻ തോന്നുന്നുണ്ടോ അത് അശ്വിൻ പറഞ്ഞാൽ മതി. ഈ പറയുന്ന എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഒരു എൻട്രൻസ് പരിശീലന സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ അശ്വിനും അറിയുന്ന കാര്യം തന്നെയാണ്. 60 വർഷത്തിന് മുകളിലായിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. വളരെ ലീഡിംഗ് ആയിട്ടുള്ള എല്ലാ ടോപ്പ് റാങ്കുകളും ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ടോപ്പ് റാങ്ക്സ് അതായത് ഓൾ ഇന്ത്യ റാങ്ക്സ് ഉൾപ്പെടെ ടോപ്പ് റാങ്കുകൾ ധാരാളം വന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് തോമസ് മാഷ്ടെ സ്ഥാപനം. അപ്പോൾ ഈ സ്ഥാപനത്തിൽ അശ്വിൻ്റെ ഒരു ജേണി, ആ എത്ര കാലഘട്ടമാണോ ഉണ്ടായിരുന്നത് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ അത് എത്രമാത്രം അശ്വിനെ ഇപ്പോൾ കാണുന്ന അശ്വിനിലേക്ക് എത്താൻ സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അശ്വിന്, അല്ലേ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ അല്ലേ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും പറയാം. അതൊന്ന് ഷെയർ ചെയ്താൽ മക്കൾക്ക് അതൊരു ഇതായിരിക്കും തോന്നുന്നു. അത് ഇവർക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ ഈ പ്രോഗ്രാം കാണാൻ പോകുന്ന ഓഡിയൻസിനും കൂടെ ഉള്ള രീതിയിലാണ് ഞാനത് ഉദ്ദേശിച്ചത്. സോ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ ഇളന്തുരുത്തിയിലായിരുന്നു.
സോ അവിടെ ഞാൻ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയൊരു കാര്യം, അല്ലെങ്കിൽ എൻ്റെ ഒരു പഠനത്തിന് വന്നൊരു വലിയൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഡേയ്സ് വളരെ ഏർലി സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു ഇവിടെയുള്ള. കാരണം എൻ്റെ ഡേയ്സ് പെട്ടെന്ന്, നോർമലി ഞാനൊരു നൈറ്റ് ഓളായിട്ട് ഇരിക്കുന്ന ഒരാളാണ്. സോ ഇവിടെ വന്നതിന് ശേഷം നേരത്തെ എണീക്കേണ്ടി വരും. ആൻഡ് എൻ്റെ ക്ലാസ് ആയിക്കോട്ടെ എല്ലാം പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് എഗെയിൻ ഒരു ഈവനിങ്ങോട് കൂടി എൻ്റെ എല്ലാം ക്ലാസ്സും വൈൻഡപ്പ് ചെയ്യും. ആൻഡ് അതിനുശേഷം എനിക്കൊരു പ്രൈം ടൈം കിട്ടുമായിരുന്നു പഠിക്കാൻ. അതെനിക്ക് വളരെ, പിന്നെ ആൻഡ് ഹോസ്റ്റലിന് തൊട്ട് വിസിനിറ്റിയിലായിരുന്നു എൻ്റെ ക്ലാസ് റൂംസ് ആൻഡ് എവറിത്തിങ്. സോ എനിക്ക് ആ ഒരു ട്രാവൽ എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സോ എൻ്റെ ഒരു റിപ്പീറ്റ് ഇയറിൽ ആ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നി. രാവിലെ എണീക്കുന്നതും ആൻഡ് പിന്നീട് ക്ലാസ് പെട്ടെന്ന് അവസാനിക്കുന്നതും ആൻഡ് ഇൻ ബിറ്റ്വീനുള്ള ടൈം ആയിക്കോട്ടെ എനിക്കൊട്ടും വേസ്റ്റ് ആവുന്നില്ല. ദാറ്റ്സ് പിന്നെ വാർഡൻ ആയിക്കോട്ടെ, ഓൾമോസ്റ്റ് എനിക്ക് എന്നോട് ഇൻട്രാക്ട് ചെയ്ത എല്ലാ വാർഡന്മാരും വളരെ നന്നായിട്ടാണ് എന്നെ ബിഹേവ് ചെയ്തിട്ടുള്ളത്. ആൻഡ് കണ്ടിന്യൂസ്ലി എനിക്കറിയാം, നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി പുഷ് ചെയ്യുന്നുണ്ടായിരിക്കും പഠിക്കാൻ പറഞ്ഞിട്ടും, ആൻഡ് റൂമിലധികം സ്റ്റേ ചെയ്യാതിരിക്കാനും ഒക്കെ പറയുന്നുണ്ടായിരിക്കും. ദാറ്റ്സ് ഫൈൻ. ആദ്യം ബുദ്ധിമുട്ടാണ്, ഐ നോ. നിങ്ങൾക്ക് അവരോട് ദേഷ്യം വരും, ഇതെന്തൊരു സിസ്റ്റമാണെന്ന് തോന്നും. ബട്ട് അത് നിങ്ങളുടെ ഈ ഒരു കോമ്പറ്റേറ്റീവ് എൻവയൺമെൻറ്റ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് നിങ്ങൾക്കും ഫോൺ കിട്ടുന്നുണ്ടായിരിക്കില്ല, എനിക്ക് ഫോൺ കിട്ടുന്നുണ്ടായിരുന്നില്ല. സോ യെസ്, ഇത് ഞാൻ പറയട്ടു. ഇത് ഞാൻ പറയാനുള്ള കാരണം, ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് പഠിക്കുന്ന സമയത്ത്, എൻ്റെ +1 +2 സമയത്ത് എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ ഓൺലൈൻ ക്ലാസ്സിലിരുന്ന് പഠിച്ചിരുന്നേ. ബട്ട് വീട്ടിലിരുന്ന് പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ ഫോൺ ഉള്ളതും അതിനെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. ബിക്കോസ് എൻ്റെ പാരൻസിന് തന്നെ വിശ്വാസമായിരുന്നു, പക്ഷേ എനിക്ക് ആ വിശ്വാസം എന്നിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരുപാട് എൻ്റെ സമയം ഫോണിൽ പോയിട്ടുണ്ട് എൻ്റെ ഒരു ഓൺലൈൻ പീരീഡിൽ. സോ ബിക്കോസ് നോബഡി എന്നെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നില്ല. ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആകെ ഒരു ഹാഫ് ആൻ അവർ നമുക്ക് കിട്ടത്തുള്ളൂ. ആ സമയത്ത് നമ്മൾ വീട്ടിൽ വിളിക്കും, വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു കാര്യം, കാരണം ഈ ഒരു വേൾഡിൽ കാരണം ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ജയിക്കാൻ എളുപ്പമാണ്, ബിക്കോസ് ആ ഡിസ്ട്രാക്ഷൻസിനെ ഒന്ന് നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ജയിക്കാൻ എളുപ്പമാണ്. സോ ഇവിടെ വരുന്നതിന് ശേഷം നിങ്ങൾക്ക് ആ ഡിസ്ട്രാക്ഷൻ കിട്ടുന്നില്ല, നിർബന്ധമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. സോ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എൻ്റെ റിപ്പീറ്റ് ഇയറിൽ ഞാൻ മറന്നു പോയൊരു കാര്യമായിരുന്നു. എനിക്ക് പക്ഷെ പെട്ടെന്ന് ഓർമ്മ വന്നു. കാരണം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, വീട്ടിൽ ആളുകൾ നിങ്ങളെ വിളിക്കുന്നു, റിലേറ്റീവ്സ് വരുന്നു, ഇതെല്ലാം നിങ്ങളുടെ സ്റ്റഡീസിന് ചെറുതായിട്ട് എന്ന രീതിയിലെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സോ ആ ഒരു സമയത്ത് നിങ്ങൾ ഒരു ഹാളിൽ ഇരുന്ന് കൃത്യമായ സമയത്ത് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ കൂടി പഠിക്കുന്ന ഒരു എൻവയൺമെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വളരെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ റിപ്പീറ്റ് ഇയറിൽ. ആൻഡ് ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു കാര്യം. ദെൻ ക്ലാസ്സസ് ആൻഡ് ഇതാണ് എനിക്ക് ഈ ഇവിടെ വന്നിട്ട് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ. മറ്റേ ക്ലാസ്സുകളെ കുറിച്ച് എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ്? നമ്മുടെ പഠിപ്പിച്ച അധ്യാപകർ, അതുപോലെ നമ്മുടെ വർക്കൗട്ട് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മോക്ക് എക്സാം. അന്ന് നമ്മൾ എത്ര മോക്ക് എക്സാമാണ് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആവറേജ് ഒരു 50-60+ ആണ് നമ്മളിപ്പോൾ ചെയ്യിക്കുന്നത്. ബൈ ദ ടൈം വി സ്വിച്ച് ഓൺ ടു മൂവ് ഓൺ ടു ദ നീറ്റ് എക്സാം. അതിന് മുൻപായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് ഒരു 50 to 60+ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അന്ന് എത്ര ചെയ്തു എന്ന് എനിക്ക് ഓർമ്മയില്ല. നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ അത് പറയാം. അപ്പം നമ്മുടെ മോക്ക് എക്സാംസിനെ കുറിച്ച് യൂണിറ്റ് ടെസ്റ്റുകൾ നമ്മൾ നടത്തുമായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ചാപ്റ്റർ വൈസ് എക്സാംസ്, നമ്മുടെ മെറ്റീരിയൽസിൻ്റെ ഒരു കവറേജ്, അതുപോലെ അശ്വിന് ലഭിച്ച ക്ലാസ്സുകൾ, അധ്യാപകർ. ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? ഞാൻ പറയും, എൻ്റെ ഒരു കെമിസ്ട്രി ഞാൻ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ? ഓക്കെ. എൻ്റെ ഒരു റിപ്പീറ്റ് ഇയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് അതിൻ്റെ ഏകദേശം 60% എൻ്റെ ഒരു പില്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോക്ക് എക്സാംസ് തന്നെയായിരുന്നു. ബിക്കോസ് ഇവിടെ ഈ സമയത്ത് ഐ തിങ്ക് ബിക്കോസ് കുട്ടികൾ പറയുമായിരുന്നു എക്സാംസ് ഇപ്പോൾ കുറഞ്ഞു എന്നുള്ള കാര്യം. ഞങ്ങളുടെ സമയത്ത് DPP എവറി ഡേ ഞങ്ങൾക്ക് DPP ഉണ്ടായിരുന്നു. എവറി ഡേ 30 ക്വസ്റ്റ്യൻസിൻ്റെ DPP ഉണ്ടായിരുന്നു. ആൻഡ് ഓൾമോസ്റ്റ് എവറി വീക്ക് ഞങ്ങൾക്ക് ഒരു നീറ്റ് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. സോ അത് ആദ്യമൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല എല്ലാവർക്കും ആ ഒരു നീറ്റ് എക്സാം മോക്ക് ടെസ്റ്റ് എവറി സിംഗിൾ വീക്ക് വരുന്ന സമയത്ത് ബുദ്ധിമുട്ട് ആയിരിക്കും. പക്ഷേ ദ തിങ് ഈസ് ദാറ്റ് നിങ്ങൾ ആ ഒരു മോക്ക് ടെസ്റ്റ് എഴുതി നിങ്ങൾ ആ എക്സാമിനോടുള്ളൊരു പേടി എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഗ്രാജുവലി കുറയും. ഞാൻ എൻ്റെ ലാസ്റ്റ് ഒരു 3 monthsനെല്ലാം ഞാൻ മോക്ക് ടെസ്റ്റ് എഴുതാൻ പോയിരുന്നത് ഞാൻ എക്സാം എഴുതുകയാണെന്ന് കൂടി അറിയാതെ പോയിരിക്കുന്നത്. ലൈക്ക് ഒരു പേടി, എനിക്ക് എക്സാം എഴുതുകയാണ്, ഐ ഹാവ് ടു പ്രിപ്പയർ ഫോർ ദ, ബിക്കോസ് അത്രയും എക്സാം എഴുതി ബിക്കോസ് MCQ സോൾവ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ബിക്കോസ് ഞാൻ തലേന്ന് പഠിച്ചു ആൻഡ് അഗെയിൻ ഞാൻ ഒരു പിറ്റേ ദിവസം രാവിലെ 30 minutes ഞാൻ എക്സാം എഴുതുന്നു, DPP എഴുതുന്നു.
ആൻഡ് ഇത്രയും ഞാൻ അതൊരു റിവിഷനാണ്. അതിനുശേഷം ഞാൻ ഒരു 1 വീക്കിന് ശേഷം മോക്ക് ടെസ്റ്റ് എഴുതുന്നു. സോ അതും ഒരു ഇൻഡയറക്ട്ലി എൻ്റെ ക്വസ്റ്റ്യൻ സോൾവിങ്ങിനായിക്കോട്ടെ, എൻ്റെ എൻറ്റയർ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാനായിക്കോട്ടെ, ആ ഒരു സ്പീഡ് ഇൻക്രീസ് ചെയ്യാനായിക്കോട്ടെ, അതെല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മോക്ക് ടെസ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി, ഇവൻ ആ എക്സാമിനെ കുറിച്ച് നിങ്ങൾ എക്സാമിന് അധികം പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഞാൻ പറയും മോക്ക് ടെസ്റ്റ് ഒരിക്കലും മിസ് ചെയ്യരുത്. ബിക്കോസ് അത് ലോങ് ടേം നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. ഡെഫിനറ്റ്ലി ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഐ എം സെയിങ്, നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒരിക്കലും മിസ് ചെയ്യരുത്. DPP ആയിക്കോട്ടെ, ഒരു നീറ്റ് മോക്ക് ടെസ്റ്റ് ആയിക്കോട്ടെ, 720 മാർക്സിൻ്റെ ഏതോ ആയിക്കോട്ടെ. സോ യു ഷുഡ് നോട്ട് മിസ് ഇറ്റ്. പിന്നെ കമ്മിങ് ടു ദി ഫാക്കൽറ്റീസ് ആൻഡ് എവറിത്തിങ്, സാറാണ് എന്നെ എല്ലാം കെമിസ്ട്രി എല്ലാം പഠിപ്പിച്ചത്. സാറിൻ്റെ എൻ്റെ ഓർഗാനിക് കെമിസ്ട്രി ഏകദേശം സാറാണ് എൻ്റെ സ്ട്രെങ്ത് ഓർഗാനിക് കെമിസ്ട്രിയുടെ. ബിക്കോസ് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൻ്റെ ഓർഗാനിക് ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രി ഭയങ്കര വീക്കായിരുന്നു. ബിക്കോസ് എനിക്ക് റിയാക്ഷൻ മെക്കാനിസംസ് ആയിക്കോട്ടെ, എനിക്ക് ആകെ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഓർമ്മയുള്ളത് ആകെ നെയിം റിയാക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ കാണാപ്പാടം പഠിച്ചത്. എനിക്ക് റിയാക്ഷൻ മെക്കാനിസത്തിനെ കുറിച്ചൊന്നും ഒന്നും അറിയില്ലായിരുന്നു ഇവിടെ വരുന്നതിന് മുന്നേ. ആൻഡ് സാറാണ്, ഐ സ്റ്റിൽ റിമെമ്പർ, സാറ് SN1 SN2 എല്ലാം പറഞ്ഞു തരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ഹ്യൂജ് ചങ്ക് ദിവാകരൻ സാറിൻ്റെ ഒരു സ്കില്ലാണ്. പിന്നെ കമ്മിങ് ടു ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ഫിസിക്സ് ഞാൻ പറയും, ഫിസിക്സ് ഫാക്കൽറ്റീസ് എല്ലാം നല്ലതാണ്. ഫിസിക്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് മോർ ഓഫ് നിങ്ങൾ ടോപ്പിക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാക്കൽറ്റീസിൻ്റെ റോൾ അവിടെ കഴിയുകയും പിന്നീട് നിങ്ങളുടെ ജോലിയാണത്. ബിക്കോസ് നിങ്ങൾക്ക് തോന്നും ഫിസിക്സ് ഇറ്റ് ഈസ്, നിങ്ങളെ ക്വസ്റ്റ്യൻസ് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഒരു വ്യക്തിക്ക് ഒരിക്കലും യു ക്യാൻ ഗെറ്റ് 360 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 500 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും. ആർക്കും ഒരു 500 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിരിക്കാൻ സമയമില്ല. ബിക്കോസ് ഇവിടെ നിൽക്കുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ കണ്ട സമയത്ത് മനസ്സിലാവും, ഒരു കുട്ടിക്ക് ചിലപ്പോൾ 1/2 മണിക്കൂർ എടുക്കും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ. സോ അങ്ങനെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. സോ വാട്ട് വി ക്യാൻ ഡു ഈസ് ബേസ് ആയ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി തരാൻ ഫാക്കൽറ്റീസ് ട്രൈ ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റൈറ്റ് ഉണ്ട്, ഓൾവേസ് യു ക്യാൻ ആസ്ക് ദം ആഫ്റ്റർ ദി ക്ലാസ്. യു ഷുഡ് ആസ്ക് ദം ഇൻ, നിങ്ങൾക്ക് ഒരു ഐ തിങ്ക് 2 hours ക്ലാസ്സിന് ശേഷം യു ഹാവ് ടൈം ടു ആസ്ക് ദം. സോ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോർമലി മെജോറിറ്റി ഓഫ് ആൾക്കാർ യൂസ് ചെയ്യാറില്ല. ഡൗട്ട് ചോദിക്കുന്നതെല്ലാം വളരെ എക്സ്ട്രീംലി റെയർ ആയിരിക്കും നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞാൽ. സോ പക്ഷേ ഇതെല്ലാം ചെറിയ സട്ടിലായ കാര്യങ്ങളാണ്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം വെരി റിമോട്ട് ആയിട്ടുള്ള വെരി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നിങ്ങൾ ഒരിക്കലും ഒരു വളരെ റെയറായ ഒരു കാര്യം കണ്ടുപിടിച്ചിട്ട് ഞാനത് ഒരു ടോപ്പർ ചെയ്തു, സോ ഞാനൊന്ന് ട്രൈ ചെയ്ത് ഞാനൊരു ടോപ്പർ ആവും, അതല്ല. മെജോറിറ്റി ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, അതിനെ നേരെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, റൈറ്റ് വേയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ആ ഒരു പത്വയ്ക്ക് എത്താൻ പറ്റും. പിന്നെ ബയോളജി ആസ് സച്ച് ഞങ്ങൾക്ക് രവീന്ദ്രൻ സാറൊക്കെ ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ്, എൻ്റെ ബയോളജി വാസ് ഫൈൻ ഓൾവേസ്. ഇൻ ദ വെരി ബിഗിനിങ് തന്നെ ഫൈൻ ആയിരുന്നു. ഓൺലൈൻ ക്ലാസ് ആയിക്കോട്ടെ, ആ സമയത്തും ഫൈൻ ആയിരുന്നു. ആൻഡ് ഐ വുഡ് സേ ബയോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇറ്റ്സ് NCERT. നിങ്ങൾ എപ്പോഴും എത്രത്തോളം റിപ്പീറ്റ് ചെയ്യാൻ പറ്റും റിപ്പീറ്റ് ചെയ്യുക. ഞാൻ ഏകദേശം ഒരു 15 മുതൽ 20 വട്ടം ആ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ട്, NCERT +1 +2 ഉള്ള ബുക്ക്. യു ഹാവ് ടു ഡു ഇറ്റ്. സി, നിങ്ങളൊരു ടോപ്പിക്ക് നിങ്ങൾക്കൊരു ചാപ്റ്റർ പഠിക്കാൻ ഒരു പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ എടുത്തേക്കാം. ആൻഡ് ഐ വിൽ ബി, ഞാൻ സർപ്രൈസ്ഡ് ഒരു കാര്യമാണ്. എഗെയിൻ ആ 1 മണിക്കൂർ എടുത്തൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ ഞാൻ നീറ്റിനും തലേദിവസം പഠിക്കുന്ന സമയത്ത് എനിക്ക് 10 മിനിറ്റിനുള്ള ടോപ്പിക്സ് വായിക്കാൻ പറ്റും. ബിക്കോസ് ഞാൻ ആ പാരഗ്രാഫ് വായിക്കുന്ന സമയത്ത് എനിക്കറിയാം ആ പാരഗ്രാഫിൽ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഒരു അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ആ ഒരു പേജ് മുന്നിലേക്ക് വരണം, ആ പേജിലുള്ള ചിത്രങ്ങൾ വരണം. അത് വരണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അഗെയിൻ റിവിഷൻ. ആൻഡ് നിങ്ങൾക്ക് ആകെ ഉള്ള സമയം ഒരു 20 മിനിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 20 മിനിറ്റ്സ് നിങ്ങൾക്ക് ഒരു ആനുവൽ കിങ്ഡത്തിൽ 2 ഫയൽ നിങ്ങൾക്ക് വായിക്കാനുള്ള സമയം ഉണ്ടായിരിക്കും. 20 മിനിറ്റ്സ് ഇസ് എനഫ്. നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് ഒരു ചാപ്റ്റർ ഒറ്റടി കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആരും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ ടോപ്പിക്കിനെ ചെറിയ ചങ്ക്സ് ആയിട്ട് പഠിക്കുന്നു, വലുതായിട്ട് ചങ്ക് ആയിട്ട് പഠിക്കുന്നു എന്നല്ല, നിങ്ങൾ ഇത്രത്തോളം റിപ്പീറ്റ് ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് ഒരു കാര്യം. സോ ബയോളജി ഓൾവേസ് റിപ്പീറ്റ്. ആൻഡ് ബയോളജിയിൽ നിങ്ങൾക്ക് ഇവിടെയുള്ള ഫാക്കൽറ്റീസ് ഐ ബിലീവ് ബെനീസ എല്ലാം നന്നായിട്ട് ലൈനായിട്ട് പറയാറുണ്ട്. മെജോറിറ്റി ഓഫ് ഫാക്കൽറ്റീസും ലൈനായിട്ട് പറയാറുണ്ട്. ആൻഡ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അഗെയിൻ NCERT ലൈനായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സപ്പോസ് ഇപ്പോൾ നമുക്ക് വേർഡായിട്ട് പറഞ്ഞിരിക്കണം. ബിക്കോസ് അതിൻ്റെ നീറ്റിൻ്റെ ഒരു നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു ലെവലിലേക്ക് നീറ്റ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ദിസ് ഇയർ. സോ ലൈനിന്ന് മാറി യു ഹാവ് ടു ഗോ ബൈ വേർഡ്. സോ ദാറ്റ്സ് ആൻഡ് ഫാക്കൽറ്റീസ് വർ വെരി ഗുഡ്. എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ റിയലി ഹെൽപ്പ് മീ. ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ആൻഡ് ബയോളജി ആൻഡ് ബോട്ടണി ആൻഡ് സുവോളജി. സോ ഡെഫിനറ്റ്ലി ഇനീഷ്യലി
പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ബേസിക് ആയുള്ള കോൺസെപ്റ്റ് എല്ലാം പഠിപ്പിച്ച് തരുന്നുണ്ട്. ആൻഡ് ഇനി നിങ്ങൾക്ക് അഡീഷണലി ഡെഫിനറ്റ്ലി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നിങ്ങൾ തന്നെ ഒരു എഫേർട്ട് എടുത്ത് നിങ്ങൾ ചോദിക്കണം. ബിക്കോസ് എല്ലാ മൊഡ്യൂളിലെയും എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ വി ഡോണ്ട് ഹാവ് ദ ടൈം. സോ യു ഹാവ് ടു പുട്ട് ഓൺ ദ എഫേർട്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ബിക്കോസ് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകത്തുള്ളത് ഒരു ടീച്ചർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത്രയും കുട്ടികളിരിക്കുന്ന ക്ലാസ്സിൽ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിൽ ഏതാണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. സോ അത് നിങ്ങൾ തന്നെ ഒരു പുട്ട് ഓൺ എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ തന്നെ ചോദിക്കണം. ആൻഡ് ഐ വുഡ് സേ ടു സം അപ്പ്, എൻ്റെ ഒരു ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആൻഡ് എക്സാംസ് ആയിക്കോട്ടെ, എല്ലാം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. ഇപ്പോൾ അശ്വിൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ റീകളക്ട് ചെയ്യായിരുന്നു. നമ്മുടെ ഈ കഴിഞ്ഞ എക്സാം, അതായത് ഈ 2025 നീറ്റ് എക്സാമിനുള്ള മോക്ക് എക്സാംസ് നടന്നു തുടങ്ങി. ഫൈനൽ മോക്ക് എക്സാം, അതായത് ഫുൾ പേപ്പർ മോക്ക് എക്സാമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഫുൾ ടോപ്പിക് മോഡൽ എക്സാം തുടങ്ങി 1, 2, 3 ഒക്കെ ആകുമ്പോഴേക്കും കുട്ടികൾ കരയാൻ തുടങ്ങി. കാരണം കുറച്ച് ടഫായിരുന്നു. നമ്മൾ കൊടുത്ത മോഡൽ എക്സാംസ് കുറച്ച് ടഫായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ട് സാറേ ഒന്നും കിട്ടുന്നില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. കുറച്ച് പേരൊക്കെ എന്താ പറയുക, ഡിപ്രസ്ഡ് ആയിട്ട് എക്സാം എഴുതാൻ വരാണ്ടായി. ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കും, എക്സാം വന്ന് എഴുതാണ്ടായി. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീറ്റിന് ഇത്രയൊന്നും ടഫ് വരുന്നില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഇത് എഴുതേണ്ട, അത് എല്ലാ പരീക്ഷയില്ല. ചിലതൊക്കെ വളരെ ഈസി ആയിരുന്നു, ചില പരീക്ഷകളൊക്കെ ടഫായിട്ട് ഇടയ്ക്ക് ഒരു ടഫ് എക്സാം വന്നപ്പോഴേക്കും തന്നെ അവർ അപ്സെറ്റായി. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ, എങ്ങാനും ഒരു ടഫ് എക്സാം ആയിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും? സപ്പോസ് നീറ്റ് എക്സാം വരുന്നത് ഒരു ടഫ് എക്സാം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനു വേണ്ടിയിട്ടാണ് ഒരു 10 ക്വസ്റ്റ്യൻ ടഫായിട്ട് ഇട്ടിരിക്കുന്നത്. നിങ്ങളത് എക്സ്പോസ്ഡ് ആവണം എന്ന് പറയേണ്ടായി. ഞാനിപ്പോൾ അശ്വിൻ പറഞ്ഞപ്പോൾ അത് റീകളക്ട് ചെയ്യായിരുന്നു. ദ വേ ഇറ്റ് വാസ് പ്രഡിക്റ്റഡ് അങ്ങനെ വരണമെന്ന് ആഗ്രഹിച്ചിട്ട് പറഞ്ഞതല്ല. എന്നാൽ പോലും 2025 നീറ്റ് എക്സാം മക്കളെല്ലാവരും അറിയുന്നത് പോലെ ഇറ്റ് വാസ് വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം എവർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് നീറ്റ് എക്സാം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു നീറ്റ് എക്സാമിൻ്റെ മാത്രം കാര്യമല്ല, +1 +2 നീറ്റ് എക്സാമിൻ്റെ മാത്രം കാര്യമല്ല. അത് കഴിഞ്ഞ് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ MBBS പഠിക്കേണ്ടതും, അനാട്ടമി പഠിക്കേണ്ടതും, മറ്റു കാര്യങ്ങൾ പഠിക്കേണ്ടതും, പാത്തോളജി പഠിക്കേണ്ടതും, ഇതൊക്കെ കഴിഞ്ഞ് ഒരു 13 വർഷത്തെ പ്രൊജക്റ്റായിട്ട് വേണം നിങ്ങളുടെ മനസ്സിൽ ഇത് ഫീഡ് ചെയ്ത് വെക്കാനും. അതിനുള്ളൊരു പ്ലാനാണ് നിങ്ങളുടെ മനസ്സിൽ കാണേണ്ടത് എന്നും ഞാൻ പറയും. ഇപ്പം നമ്മൾ അശ്വിൻ്റെ അടുത്ത് ഒരുവിധം അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഒരു ഫൈനൽ സെഷൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ അശ്വിനോട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ജ്യേഷ്ഠനോട് ചോദിക്കുന്നത് പോലെ അശ്വിൻ മറുപടി പറഞ്ഞു തരും. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അത് ആകാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളോട്. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, എനി ക്വരീസ് റിഗാർഡിങ് ഈ പഠനവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ളതുണ്ടെങ്കിൽ അശ്വിനോട് ചോദിക്കാവുന്നതാണ്. അശ്വിൻ അതിന് നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. നൗ ഇറ്റ് ഈസ് ദ സെഷൻ ഫോർ ദാറ്റ്. കം ഓൺ. I currently came from Udhampur, it's a city near Jammu in J&K. So I wanted to ask about exactly how you do NCERT grading, because I find it very hard in subjects like chemistry or physics to do NCERT grading, but I find it very easy in biology because it's very fun for me. But I find difficulty in chemistry and especially physics. So I wanted to ask about that. So chemistry and physics as such, I would say NCERT is not. It's for the physical chemistry and physics. I would say NCERT is not the strict read is not. I wouldn't say it's not important, but for when it comes to organic and inorganic chemistry and biology, it is extremely important. The way you should read inorganic chemistry and biology is extremely similar, that you have to repeat it. It is not that you have understood it. You have to repeat it again and again. Again, when it comes to inorganic chemistry alone, because I've faced a lot of difficulty in inorganic chemistry. When you come to the chapters like D block, F block, P block, there's a huge chunk of data. So especially when it comes to exceptions and everything, I used to have when I said formula book, I said formula book for chemistry as well. I had formula book for chemistry which had physical chemistry, and from behind I used to write the exceptions and those orders of the periodic table.
of the like the basicity order, the order of the basicity of the hydroxides, the orders of the bond enthalpy orders. So all these I used to write from behind the book. And in organic chemistry, I would say that is the important thing. You have to write the exceptions, and orders are very important because they asked repeatedly, and they used to repeat them. Reading inorganic chemistry as a chapter as a whole, as a textbook, is very it's not appealing. I know it. Secondly, coming to biology and I would say botany and zoology, it's just there is no such way to read it. You just have to read it. And physics, I would say NCERT questions, you better look at the NCERT questions. Don't try to solve the calculations and everything, because the calculation is very much difficult. You don't have to concentrate on the numerical part. You have to understand the concept, what the question is asking, and what is the equation that's been used, and what's the concept that's been involved. Apart from that, there's some point called as NCERT key points in the NCERT. In the last page, there is something called as NCERT key points. So you have to concentrate on that, and I used to write them also, because that can be a question, that can be assertion reason question, because we used to get assertion reason from physics and chemistry as well these days. So that particular point, the end of the NCERT in every chapter, that's I would suggest you to read that part. Apart from that, NCERT physics is very much, I have never tried to read it, so that is not important. Second, organic chemistry is, you should know the NCERT, and along with that you have to understand some other equations, because there's a chance that may be asked. It's not like apart from the NCERT textbook, you must study NCERT textbook thoroughly, whatever that's been written, especially the reaction mechanisms when it comes to optical isomers and everything. They have whole paragraphs about it, so you have to read them, and you have to be through with every especially the named reactions and the reaction mechanisms. That's for the organic chemistry part. For the physical chemistry part, I won't suggest you to read that, because again, physical chemistry is not NCERT in physical chemistry of NCERT is not that much well established. I would suggest you to do the question because there's very less chance that assertion reasons or any of the statement wise question will be asked from physical chemistry. We have so much of data to be asked from inorganic itself. So inorganically, I would say try to make that list of exceptions, write down the statements, like there is this order of vanadium pentoxide, the basicity and the acidity orders of vanadium oxides of vanadium, scandium, and D block and F block as such is a very difficult chapter to read itself. So you have to read you have to write those important key sentences in a separate book, so that when you have to read again, it won't be a big deal for you. So that's for the inorganic chemistry. Biology, I would say repeat. It's obvious what you read is like for the inorganic chemistry and biology, it is if you know it, you know it. You can't just create it. For physics, if you know the basic concept, even if you don't get the equation, you can somehow recreate that equation and do it. But if you do not know the concept of the inorganic chemistry or the biology, you don't know it. You can just give a guess. There is no other way. So for the inorganic chemistry and for the biology, it's a number of repetitions that you do that's important. And for the physical chemistry, I would suggest you to make the formula book and repeat that. It's very similar to physics. And for the organic, again, stick on to the NCERT reaction that's given in the NCERT, and do maximum number of questions. Try to do this flowcharts of reactions, like one named reaction after the other. The Wagner sir used to do exercises like that. So that's very much, I used to love them because I loved organic chemistry after coming here, because I was very weak in organic chemistry initially. Later on, coming after here, I kind of become master on it, and I started loving it. So if you start loving organic chemistry, you'll enjoy it. So that's how you have to. That's how I would tell you to read the NCERT as such. Well, I kind of appreciate your very descriptive answer, but I have another question. Basically, I have taken biomaths, PCMB. So I'm wondering, is it a good idea to try for both JEE and NEET at the same time, or should I just focus on NEET? That's an interesting question. Yes. See, we have
if you have the skill, you can go for it. But preparing for 2 exams, you have to be biased towards definitely like what do you want to be, like you have to go to, become a medical professional engineer. Actually, maths is not my passion. It's only in 10th when I started to like understand the subject and try to practice it. That's when I got good at it. Otherwise, before that, I was below average in maths. So I don't have any passion towards maths, but bio and science as a general has always been my passion. I still remember in 7th grade or something, I was reading the 9th grade textbook for science, 10th grade textbook. I right now I'm reading the 12th grade textbook. I find very interesting biology specifically. But in general, I think I don't really prefer maths as a subject because my logical reasoning isn't as top level as it should be. But I think I would be biased towards NEET more. But for let's say physics, formulae, shortcuts, I believe maths could also be helpful for that, right? See, you've got maths on the boards, right? So you can go with that thing. See, under preparing maths for the boards and in the basic level and preparing for JEE Advanced is a very different thing, because the maths that's asked in JEE Advanced and the maths that's required for you to pass the boards and that's required in the NEET is very different. So if you're focusing on JEE Advanced as such, you have to focus on maths very much. So if you're focusing on the NEET, go with the classes. There's nothing bad in attending the maths classes. There's nothing, it's going to help you ultimately. But when it comes to revision, when it comes to repeating those things, give priority to the 3 other subjects like bio, chemistry and physics. It's always, it will like, even if you study one extra thing in maths, it will only help you, but there is no need to put on effort on the subject as such. Okay, if you really love that subject, you can do it. But in the long run, for the exam, for the NEET exams as such, I would suggest you to focus on the other 3 subjects, because ultimately we have very less time to study these 3 subjects. So you should focus on these 3 subjects if that's what you want to become. And you can already continue with the maths classes and you can do the questions if you want to, but focus, prioritize on this thing. And I think for your particular question, this one, I think he already had the answer earlier. When I asked what is the priority order of topics, he answered first itself. First mathematics, that was the passion. And how that passion was helpful in clearing the competitive examination, that already discussed earlier. So I think that is a beautiful answer earlier given for this later question, right? And I would suggest attempting JEE and NEET according to the current status quo 2025 NEET and JEE. There is no much difference. You can attempt both. വേറെ ആരെങ്കിലും ഉണ്ടോ മക്കളെ? അതാ അവിടെ ഉണ്ട്. കൊടുക്കൂ മൈക്ക് കൊടുക്കൂ. Yes, come on. Hi, Shrin. My name is Fatima Reza. So, as you already mentioned, Malappuram. So, as we all know, and as you already mentioned, that it's a really long-term journey. And throughout this journey, we may feel demotivated or we would feel many struggles. So, what kept you moving on? What kept me moving അങ്ങനെ on? കുറേ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നോ മെന്റലി? ഉണ്ടായിരുന്നു അല്ലേ? ഗുഡ്. Should I say in Malayalam or English? Yeah, Malayalam. Okay. No problem. So struggles as such ഉണ്ടായിരുന്നു. എന്താണ് എന്നെ kept on moving എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, I loved medical science. എനിക്ക് മെഡിസിൻ ആൻഡ് ഐ ലവ് സയൻസ്, മെഡിക്കൽ സയൻസ് എനിക്ക് ഇഷ്ടമായിരുന്നു. ആൻഡ് ഡെഫിനറ്റ്ലി എനിക്കൊരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് ഞാൻ ഇതിലേക്ക് വന്നു. എന്തായാലും ഞാൻ ഈ ജേർണിയിലേക്ക് വന്നു. സോ ഞാൻ വിചാരിച്ചു ലെറ്റ്സ് കണ്ടിന്യൂ ദിസ് തിങ്. ഞാൻ എന്തായാലും എനിക്കിത് ചെയ്യണം. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആസ് എ ജോബ്, നിങ്ങളിപ്പോൾ തന്നെ ജോബ് എന്ന രീതിയിൽ ചിന്തിച്ച് തുടങ്ങണം. ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് ഒരു ഗ്യാരണ്ടി നിങ്ങൾക്കുണ്ട് ദാറ്റ് ദർ ഇസ് ഹയർ ചാൻസ് ദാറ്റ് യു വിൽ ബി എംപ്ലോയിഡ് എന്നുള്ള കാര്യം. ആൻഡ് അൾട്ടിമേറ്റ്ലി നിങ്ങളിനി ഏതൊരു ഡിഗ്രി എടുത്താലും, നീറ്റ് അല്ലാതെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അല്ലാതെ ഏത് ഡിഗ്രി എടുത്താലും അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ഒരു നല്ലൊരു ജോബ് കിട്ടുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ വിത്ത് ദി PSC അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഏത് എക്സാംസ് ആയാലും UPSC ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്തായാലും അതിലേക്ക് പോകേണ്ടി വരും. സോ അത് നിങ്ങളിപ്പോൾ തന്നെ എടുക്കുക. സോ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ എഫേർട്ട് എടുക്കണം. സോ ഞാൻ അതിലേക്ക് കയറി വന്നു. സോ ലെറ്റ് മീ ജസ്റ്റ് ഡു ഇറ്റ്. സോ ആ സ്ട്രഗിൾസ് എന്നെ പിന്നെ എനിക്ക് ഈ ഒരു സബ്ജക്റ്റ് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു എനിക്ക് മെഡിക്കൽ സയൻസ് ഇഷ്ടമായിരുന്നു. ആൻഡ് ഡോക്ടർ ടാഗ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് അത്രത്തോളം വെറീഡ് ആയിരുന്ന ഒരാളായിരുന്നില്ല. ഐ വാസ് നോട്ട് ഒരു ആപ്രോൺ എന്നൊരു ചിലർക്ക് അങ്ങനെയുണ്ട്, എനിക്ക് ആപ്രോൺ ഇടണം, എനിക്കൊരു സ്റ്റെത് ഇടണം,
ഞാൻ അത്ര കൊണ്ട് അതിനെ ഫോക്കസ്ഡ് ആയിരുന്ന ആളായിരുന്നില്ല. എൻ്റെ കാര്യം ഐ ലവ് മെഡിക്കൽ സയൻസ്, എനിക്കിത് ഇഷ്ടമായിരുന്നു. ഞാൻ ഈ സബ്ജക്ട്സ് പഠിക്കാൻ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഒരു ഇനീഷ്യലി ഫിസിക്സ് കെമിസ്ട്രി ബയോ മാത്സ് പഠിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് ഇനീഷ്യലി ഉണ്ടായിരുന്നു. പക്ഷേ അത് മനസ്സിലാക്കിയ സമയത്ത് പിന്നീട് ശേഷം ഞാൻ MCQ ചെയ്യുന്ന സമയത്ത് തന്നെ എൻജോയ് ചെയ്യാനും പറ്റിയിരുന്നു. സോ ഇനീഷ്യലി സ്ട്രഗിൾസ് എനിക്ക് ഉണ്ടായിരുന്നു, ലേറ്റർ നിന്ന് റിക്കവർ ആയി. സോ പിന്നെ എനിക്ക് ആ പാത്തിൽ ആ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നില്ല. സോ ഇനീഷ്യലി ആ സ്ട്രഗിൾസിനെ നമ്മൾ വകവയ്ക്കാതെ ആ ഒരു സ്ട്രഗിൾസിൽ ഒരു കുറച്ച് സമയത്തേ ഇത് ഉണ്ടായിരിക്കുള്ളൂ. സോ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഒരു ഫസ്റ്റത്തെ ആ ഒരു അറ്റംപ്റ്റിൽ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട്, അതിനുശേഷം എൻ്റെ കോൺസെപ്റ്റ് ഫൈനായി. സോ എൻ്റെ റിപ്പീറ്റ് ഇയറിൽ എനിക്ക് അത്ര ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല. സോ ഇനീഷ്യലി ഉള്ള സ്ട്രഗിൾസ് നമ്മൾ മനസ്സിലാക്കുക ദാറ്റ് ഇസ് ഇന്നവിറ്റബിൾ. ഏത് എക്സാം ആയിക്കോട്ടെ, ലൈഫിൽ എവിടെ ആയിക്കോട്ടെ, ആ ഒരു ഇനീഷ്യൽ സ്ട്രഗിൾ എന്തായാലും ഉണ്ടായിരിക്കും. സോ എന്തായാലും ഞാൻ അതിലേക്ക് വന്നു. സോ ഞാൻ മൂവ് ഓൺ ചെയ്തു. സോ മൂവ് ഓൺ ചെയ്യാന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമെന്ന് വെച്ചാൽ മെജോറിറ്റി ഓഫ് യു നിങ്ങളെല്ലാവരും മൂവ് ഓൺ ചെയ്യുകയാണ്, നിങ്ങളല്ലാതെ നിർത്തിപ്പോകുന്നൊന്നുമില്ല മെജോറിറ്റി ഓഫ് ആൾക്കാരും. സോ അതുപോലെ തന്നെ ഞാൻ മൂവ് ഓൺ ചെയ്തിട്ടുള്ളൂ. ഒരുപക്ഷെ ഞാൻ മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് എന്നെ ആ മൂവ് ഓൺ ചെയ്യുന്ന ജേർണിയിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ദാറ്റ്സ് എ ഡിഫറൻസ്. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. ഒരുപക്ഷെ എന്തായാലും ഇവിടെ വന്നു, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, മനസ്സിലാക്കുക. ഓക്കെ, ഇറ്റ് ഇസ് ഡിഫിക്കൾട്ടാണ്, പക്ഷേ ഡിഫിക്കൽട്ടാണ്, സ്ട്രഗിൾസ് ഉണ്ട്, എന്തായാലും എനിക്ക് മൂവ് ഓൺ ചെയ്യണം. ആ സമയത്ത് ഞാൻ പരമാവധി മാക്സിമം എൻ്റെ ലിമിറ്റ്സ് പുഷ് ചെയ്യാൻ ശ്രമിക്കുക. ആ ചോദ്യത്തിനോട് എനിക്ക് ഒരു പ്രതികരണം പറയാനുള്ളത്, അല്ല അത് പറയണമല്ലോ അല്ലേ, പറയാൻ തോന്നിയത് പറയണമല്ലോ അല്ലേ. ഒരു ആട്ടിൻകൂട്ടത്തെ മേയ്ക്കാൻ വേണ്ടി മേയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു ബാലൻ, ഒരു കൊച്ചു പയ്യൻ, ഒരാടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്ന, ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യൻ തളർന്ന് അവിടെ ഉറങ്ങിപ്പോവാണ്. ആ ഉറക്കത്തിൽ അവനൊരു സ്വപ്നം കാണുകയാണ്, ഒരു നിധിയെക്കുറിച്ച് സ്വപ്നം കാണുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആ നിധിയെക്കുറിച്ച് സ്വപ്നം കാണുകയും ആ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് അവൻ ആ നിധിക്ക് വേണ്ടിയിട്ട് അലഞ്ഞു പോകുന്ന ഒരു സംഭവം വിശദീകരിക്കുന്ന ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയുണ്ട്, ഒരു പുസ്തകമുണ്ട്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഏതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്? കെമിസ്ട്രിയുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന പേരാണ് അതിൻ്റെ. ഏതാണ് പേര്? ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നത്. പണ്ട് കെമിസ്ട്രി തുടങ്ങിയ കാലഘട്ടങ്ങളിൽ, കെമിസ്ട്രി ഒരു സയൻസ് ആയിട്ട് വളർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ ആൽക്കമിസ്റ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്താണ് ആൽക്കമിസ്റ്റുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊരു വസ്തുവിനെയും ചൂടാക്കി എങ്ങനെ സ്വർണ്ണമാക്കി മാറ്റാം എന്നുള്ളതാണ് ആൽക്കമിസ്റ്റുകൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവിടുന്നാണ് സത്യത്തിൽ കെമിസ്ട്രി വളർന്നു വന്നത്. കെമിസ്ട്രി വളർന്നു വന്നത് ആൽക്കമിസ്റ്റുകളിൽ നിന്നാണ്. ഏതൊരു വസ്തുവിനെയും ചൂടാക്കി എങ്ങനെ സ്വർണ്ണമാക്കി മാറ്റാം. അപ്പം ഈ പയ്യൻ, ഈ ആടുകളെ മേച്ച് നടക്കുന്ന ആ പയ്യൻ ഒരു നിധിയെക്കുറിച്ച് സ്വപ്നം കാണുകയും അത് അന്വേഷിച്ചു പോകുന്ന ഒരു കഥയെക്കുറിച്ച് പറയുന്ന പോളോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു വാക്ക് മാത്രമേ അതിന് മറുപടിയായിട്ട് പറയാനുള്ളൂ. വെൻ യു സ്ട്രോങ്ലി ഡ്രീം അബൌട്ട് സംതിങ്, ദ യൂണിവേഴ്സ് വിൽ കോൺസ്പയർ ഇറ്റ്സെൽഫ് ടു ഫുൾഫിൽ യുവർ ഡ്രീംസ്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, യു വിൽ ഗെറ്റ് ഇറ്റ്. ഡോണ്ട് വറി. എല്ലാ പ്രതിബന്ധങ്ങളും തരണം ചെയ്യാൻ മോൾക്ക് സാധിക്കും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. വേറെ ആരെങ്കിലും ഉണ്ടോ? അവിടെ ഉണ്ട്, നിരഞ്ജന കൊടുക്കൂ. അതാ ഇനിയുണ്ട് ആൾക്കാരുണ്ട്. പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആൻഡ് ദെൻ കം ടു ദ ക്വസ്റ്റ്യൻ. എൻ്റെ പേര് അക്ഷയ, ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ +1 +2നോടൊപ്പം എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ബോർഡ്സും എൻട്രൻസും എങ്ങനെ കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം? ഐ വുഡ് സേ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് ടെക്സ്റ്റ് ബുക്ക് സെയിം ആണ്. ആകെ ബോർഡ്സിൽ വരുന്നൊരു ഡിഫറൻസസ് ദാറ്റ് നിങ്ങൾക്ക് ഡെഫിനിഷൻസ് പഠിക്കേണ്ടി വരും. ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ. എൻട്രൻസ് ക്വസ്റ്റ്യൻ അത് നിങ്ങളെ അതൊരു കാര്യമല്ല, പ്രയോറിറ്റി ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ അപ്ലിക്കേഷൻ വൈസ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ആൻഡ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം. ആകെ നിങ്ങൾക്ക് അവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു ഡെഫിനിഷൻ പാർട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ലോസ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, ആ ഒരു സമയത്ത് ഡെഫിനിഷൻ മാത്രം നിങ്ങൾക്ക് അവിടെ എക്സാമിന് വേണ്ടി എക്സ്ട്രാ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയും പറയുന്ന സമയത്ത്. ആൻഡ് ബയോളജി ആസ് സച്ച് ഞാൻ പറയും, ബയോളജി നിങ്ങൾ പഠിക്കുന്ന അതേ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്, നിങ്ങൾ റീഡ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ അതൊരു വലിയൊരു ഡിഫറൻസ് വരുന്നില്ല. എനിക്ക് അതൊരു വലിയൊരു ഡിഫറൻസ് ആയിട്ട് തോന്നി. ദാറ്റ്സ് വൈ ഞാൻ പറയുന്നത് എൻ്റെ ഒരു എൻട്രൻസ് ജേർണി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട്. ബിക്കോസ് ഞാൻ മുന്നേ തൊട്ടേ എഫേർട്ട് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കുട്ടികൾ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് 1 month മുന്നേക്കും പഠിക്കേണ്ടായിരിക്കും. പക്ഷെ ഞാൻ +1 തുടങ്ങിയ സമയത്തൊട്ടേ നീറ്റിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. സോ എനിക്കത് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൂ. കാരണം അപ്ലിക്കേഷൻ വൈസ് എല്ലാം എനിക്ക് ഒരു പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് ആകെ പ്രിപ്പയർ ചെയ്യേണ്ടി വന്നിരുന്നത് ആകെ ഒരു ഡെഫിനിഷൻ ആയിക്കോട്ടെ, നമുക്ക് ഫോർമുലാസ് ഡിറൈവ് ചെയ്യാനായിക്കോട്ടെ, അവിടെ മാത്രമേ നമുക്ക് പ്രശ്നം വരുന്നുള്ളൂ. അതെല്ലാം നമുക്കൊരു 1 week കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഡെഫിനിഷൻസ് ആൻഡ് ഫോർമുലാസ് എല്ലാം. ഒരു എക്സ്ട്രാ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
എക്സെപ്റ്റ് ഫോർ ദ ലാംഗ്വേജ് പാർട്ട്. കാരണം ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്നില്ലല്ലോ, ലാംഗ്വേജ് മാത്രമേ ബുദ്ധിമുട്ടായിട്ട് വരുന്നുള്ളൂ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഏതെങ്കിലും എക്സാം എഴുതി കഴിഞ്ഞാൽ അഥവാ മാർക്ക് കുറഞ്ഞു പോയി, പിന്നെ അതിൻ്റെ പേരിൽ വല്ല ഡിപ്രഷൻ അടിച്ചിരുന്ന് കഴിഞ്ഞാൽ അതിന് എങ്ങനെ ഓവർകം ചെയ്ത് വരുന്നു? ഡിപ്രഷൻ ഞാൻ പറയാം, ഇതെല്ലാം സ്ട്രഗിൾസ് ആണ്. ഇതെല്ലാം ആ ഒരു പാത്വേയിൽ വരുന്ന നിങ്ങൾക്ക് നല്ല മാർക്ക് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കുക നിങ്ങൾ. എനിക്കൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഞാനത് കണ്ടിന്യൂ ചെയ്തില്ല. എനിക്ക് നല്ലൊരു കോൺസെപ്റ്റായിട്ട് തോന്നി മിസ്റ്റേക്ക് ബുക്ക് എന്ന് പറഞ്ഞ മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടായിരുന്നു. എനിക്ക് വരുന്ന മിസ്റ്റേക്സ് എല്ലാം ഞാനൊരു ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എഴുതുമായിരുന്നു. കറക്റ്റ് ആയതും ഇൻകറക്റ്റ് ആയതും ആൻഡ് ഞാൻ മിസ് ചെയ്ത ക്വസ്റ്റ്യൻസും. സോ അങ്ങനെയുള്ള ഒരു മിസ്റ്റേക്ക് ബുക്ക് ഉണ്ട്. അല്ലെങ്കിൽ ഏതാണ് തെറ്റ് പറ്റിയെന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. ബിക്കോസ് അൾട്ടിമേറ്റ്ലി നിങ്ങൾ മൂവ് ഓൺ ചെയ്യും, നിങ്ങൾ ഡെഫിനറ്റ്ലി മൂവ് ഓൺ ചെയ്യും. ബിക്കോസ് ഒരു എക്സാം കഴിഞ്ഞു, അടുത്ത എക്സാം വരും. അത് പക്ഷേ അതിൽ കുറച്ചുകൂടി മാർക്സ് കൂടിയേക്കാം. ദാറ്റ് വിൽ ഹെൽപ്പ് യു. സോ ഒരു എക്സാം കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഡിപ്രഷൻ ഫേസ് അല്ലെങ്കിൽ ആ ഒരു സങ്കടം വരുന്നൊരു അവസ്ഥ, ഇറ്റ് ഇസ് ഫൈൻ. ഇതെല്ലാം ഒരു സ്ട്രഗിൾസ് ആണ്. എക്സാമിൽ മാർക്ക് കിട്ടാതിരിക്കുന്ന അവസ്ഥയും പക്ഷേ ഒരു ക്വസ്റ്റ്യനിൽ ഒന്ന് രണ്ട് മണിക്കൂർ ഇരുന്നിട്ട് ചിലപ്പോൾ 1-2 മണിക്കൂർ ഇരുന്നാലും ചിലപ്പോൾ ഉത്തരം കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരിക്കും. സോ ഇതെല്ലാം സ്ട്രഗിൾസിൻ്റെ ഭാഗമാണ്. മൂവ് ഓൺ ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ശ്രമിക്കുക. പിന്നെ മനസ്സിലാക്കുക, ഇതൊരു എക്സാമാണ്. നിങ്ങൾ നിങ്ങളുടെ പരമാവധി എഫേർട്ട് എടുക്കുക. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ ഇതൊരു ജീവിതത്തിൻ്റെ അവസാനമാണെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ട്. ലൈഫിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ വരും. സോ നിങ്ങൾ പരമാവധി നിങ്ങൾ പുഷ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം വൈ നോട്ട്? കാരണം നിങ്ങൾ ഇതിലേക്ക് വന്നു, ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും, ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും ലൈഫിൽ. അതുകൊണ്ട് നിങ്ങൾ എല്ലാ സമയം ഇതിലേക്ക് എന്തായാലും കയറി. സോ ട്രൈ യുവർ മാക്സിമം. ആൻഡ് എക്സാമിൽ മാർക്ക് പറഞ്ഞെങ്കിൽ അടുത്ത എക്സാമിൽ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുക. എനിക്കറിയാം ഇത് ഞാൻ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കൂ എന്ന് പറയുന്ന സമയത്ത് അത് അത്ര എളുപ്പമല്ലാതെ എനിക്കറിയാം. ബട്ട് ദർ ഇസ് നോ അതർ വേ. എല്ലാവരും ഈ അവസ്ഥയിൽ കൂടെ പോകുന്നത്. നീറ്റിന് പഠിക്കുന്ന ഏതൊരു കുട്ടിയായിക്കോട്ടെ, എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ദേ ഹാവ് ബീൻ ത്രൂ ദിസ് സ്ട്രഗിൾസ് ആൻഡ് എവറിത്തിങ്. സോ ദിസ് ഈസ് ഇന്നവിറ്റബിൾ ആൻഡ് അതെല്ലാവരും പോകുന്നതാണ്. അത് എല്ലാവർക്കും യൂണിഫോം ആയൊരു കാര്യമാണ്. സോ അതിനാ രീതിയിൽ കാണുക. പരമാവധി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. എത്രത്തോളം മാർക്ക് കുറഞ്ഞാലും എന്താ പറയുക, അൾട്ടിമേറ്റ്ലി വിചാരിക്കുക ഇപ്പം കിട്ടുന്ന മാർക്കിനേക്കാൾ മാർക്ക് കുറയുന്ന അവസരം ഉണ്ടായിരിക്കും. നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റ് വരുന്ന സമയത്ത് ഡിഫിക്കൽട്ട് ഒരു ഫിസിക്സിലെ ഡിഫിക്കൽട്ട് ടോപ്പിക്ക്, കെമിസ്ട്രിയിലെ ഡിഫിക്കൽട്ട് ടോപ്പിക്ക്, ബയോളജിയിലെ ഡിഫിക്കൽട്ട് ടോപ്പിക്ക് വന്നു. അവിടെ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ട് ഇസ് ഫൈൻ. നീറ്റ് അങ്ങനെയല്ല ആവാൻ പോകുന്നത്. നീറ്റ് ഇസ് ലൈക്ക് അവിടെ മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഈസി ആയിരിക്കണം, മോഡറേറ്റ് ഉണ്ടായിരിക്കും, ഈസിയും ഡിഫിക്കൽട്ട് ചാപ്റ്റേഴ്സും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഡിഫിക്കൽട്ട് ആയ ഒരു പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അവിടെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കുക. ഇറ്റ് വാസ് എ ഡിഫിക്കൽട്ട് പേപ്പർ. എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുപോലെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. ആൻഡ് ഒരുപക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യാത്ത പോയിന്റിലായിരിക്കും അവർക്ക് മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ വിചാരിക്കുക ഞാൻ ഒരുപക്ഷെ ഫോക്കസ് ചെയ്യാത്ത കാര്യങ്ങൾ അവർ ഫോക്കസ് ചെയ്തു. ആൻഡ് ഓൾവേസ് ട്രൈ ടു ഷെയർ. എപ്പോഴും കോമ്പറ്റീഷൻ നല്ലതാണ്. നിങ്ങൾക്കിടയ്ക്ക് കോമ്പറ്റീഷൻ വെക്കണം. പക്ഷെ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം ഷെയർ ചെയ്യുക. കാരണം ഷെയർ ചെയ്യുന്ന സമയത്ത് ഐ സ്റ്റിൽ റിമെമ്പർ എൻ്റെ ജേർണിയുടെ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമായിരുന്നു. ഞാൻ കുട്ടികളെ എൻ്റെ റൂംമേറ്റ് ആയിക്കോട്ടെ, എൻ്റെ അടുത്തുള്ള കുട്ടികളായിക്കോട്ടെ, എല്ലാവരും ഞാൻ പഠിപ്പിക്കുന്ന വെച്ചാൽ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഒരു ടോപ്പിക് തന്നെ ഒരു 10 കുട്ടികളൊക്കെ പറഞ്ഞു കൊടുത്ത സമയങ്ങളുണ്ട്. സോ ഞാൻ ആ ടോപ്പിക്ക് എക്സാമിന് കാണുന്ന സമയത്ത് എനിക്ക് കോൺഫിഡൻ്റാണ്. കാരണം ഞാനിത് 10 പേർക്ക് പറഞ്ഞു കൊടുത്ത ക്വസ്റ്റ്യനാണ്. സോ എനിക്കിത് തെറ്റാൻ സാധ്യത കുറവാണെന്ന് എനിക്കറിയാം. സോ നിങ്ങളാ കാര്യം നിങ്ങൾക്ക് അറിയുന്ന ഒരു കോൺസെപ്റ്റ് ഒരാൾക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളുടെ മനസ്സിൽ ലോങ് ടേമിൽ സ്റ്റോർ ചെയ്യപ്പെടും. സോ ഡു ദോസ് തിങ്സ്. തെറ്റ് പഠിപ്പിക്കരുത്, അത് വേറെ കാര്യം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. Hello, my name is Niranjana. I'm a J aspirer and I'm from Palakkad. So my question is, I'm a +2 student right now. So do you think it's possible to get into a prestigious university like IIT or AIMS while doing +1 +2 instead of like without repeating? Do you think it's possible? And like what steps should I take if I want to do that? അത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഇറ്റ് ഈസ് ഡിപ്പെൻഡ് ഓൺ യു. ബിക്കോസ് യു ക്യാൻ സീ തൗസൻഡ്സ് ഓഫ് എക്സാമ്പിൾസ്. ഡ്രോപ്പ് ചെയ്യാതെ റിപ്പീറ്റ് ചെയ്യാതെ IIT-യിലേക്കും എയിംസിലേക്കും കയറിയ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. സോ എനിക്കറിയുന്ന IIT ഫ്രണ്ട്സ് ഉണ്ട്. സോ ഉണ്ട്. ഇത് നടക്കാത്ത കാര്യമൊന്നുമല്ല. ബിക്കോസ് ഒരുപാട് തൗസൻഡ്സ് ഓഫ് ആളുകളുണ്ട്. തിങ് ഈസ് നിങ്ങൾ എഫേർട്ട് എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യു ക്യാൻ ഡു ഇറ്റ്. ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു ഇറ്റ്. ആ ഒരു എഫേർട്ട് എടുക്കണം. ഞാൻ പറഞ്ഞ ആ ഒരു ഇനീഷ്യലായിട്ട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യാൻ ശ്രമിക്കണം. സ്ട്രഗിൾസ് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കണം, ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം. അതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആർക്കും നോബഡി ക്യാൻ സേ, ആർക്കും അത് പറയാൻ പറ്റില്ല ഒരു ഇമ്പോസിബിൾ ആയ കാര്യമാണെന്നുള്ള കാര്യം. ബിക്കോസ് പീപ്പിൾ ഹാവ് അച്ചീവ്ഡ് ഇറ്റ്.
യു ക്യാൻ ഡു ഇറ്റ്. ഒരു 1 year ആണ് എൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാലും ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു ഇറ്റ്. ഞാൻ പറയും 1 year ധാരാളം തന്നെയാണ് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ആ ഒരു 1 year എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ. ഇത് ചിലപ്പോൾ തോന്നിയിരിക്കാം ഇതൊരു ആൻസർ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ബിക്കോസ് ഇതിന് വേറെ ആൻസർ ഇല്ല. ഇഫ് യു ക്യാൻ ഡു ഇറ്റ് യു ക്യാൻ ഡു ഇറ്റ്. അതൊരു സംശയമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. If you feel like you can do, you can do. Otherwise, you are correct. Let me ask one question to everybody. Please raise your hand if any one of you know a friend or family or relatives or related who got admission to IIT, who got admission to AIMS without attending any coaching classes, without going for a tuition class, without attending any coaching exams, any coaching classes, entrance examination coaching classes like this, without going for any tuition, who got IIT admission, who got AIMS admission with the self preparation. Anybody know any personality, friends or relatives? Please stand up. Anybody who know? Anybody, please. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ആരെങ്കിലും. പ്രത്യേകിച്ച് ട്യൂഷനൊന്നും ഇല്ല, എൻട്രൻസിനൊന്നും പോയിട്ടില്ല, പക്ഷേ IIT കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എയിംസ് കിട്ടിയിട്ടുണ്ട്. ആർക്കെങ്കിലും, നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. ഉണ്ടോ? നിങ്ങളുടെ നോളജിൽ ആരെങ്കിലും? ഇല്ല. But please understand, there are several children. Please understand, we are living in a society. There are many who are unable to attend such a coaching class due to financial situations. And due to various other reasons. ഫൈനാൻഷ്യൽ മാത്രമല്ല, മറ്റു പല റീസൺസ് കൊണ്ടും ഇങ്ങനത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ധാരാളം കുട്ടികളുണ്ട്. അതിൽ നിന്ന് തന്നെ വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള there are several children who got admitted to IIT first attempt, or who got admitted to AIMS first attempt. I'm not talking about repeater, as Niranjana was commenting about. ഇപ്പോൾ പഠിച്ചിട്ട് എനിക്ക് IITയിൽ അഡ്മിഷൻ കിട്ടാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. It all depends on, as Ashwin said, it depends on the willpower. It depends on how much you push yourself to do the hard work. If you have such a strong dream which does not allow you to sleep, definitely you will reach that target. It's as simple as that. But it's a tough job. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ട്? അവിടെ ഒരാളുണ്ട്. My name is Daniela. I'm also a JE aspirant, and right now I'm in +2. And my question is that how do we manage both 11th and 12th together? Because it's very hard. We have 12th exams coming up, and we have to revise 11th continuously, or we won't be able to crack the examination without 11th. So how do we balance it? 12th ഉള്ളപ്പോൾ തന്നെ 11th എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ. So as I've said, again, formula book is most important. So when it comes to 11th is, when I compare the physics of 11th and 12th, 11th has got majority of the parts of mechanics, physics as such, mechanics, gravitation, and I can't remember. So in 11th I would say there is a lot of difficult chapters that is coming up for someone who's from the state syllabus, who's coming to the when someone gets exposed to the CBSE or the NCERT book of the 11th. For them, mechanics as such, the topic of mechanics is a very huge chunk. You've got so much of so much of formulas on it. And when you compare with the 12th is, I would say, when you come to the last part and everything, the 12th physics is comparatively easy, I would say. For me, it was comparatively easy. I found 12th physics to be comparatively easy. So managing 11th and 12th together is definitely a task. I've been through it. So again, formula book is very important. We have to have notes. Apart from the formula book, we have to have notes with you with the example questions. And what I believe that while the topic is being taught, they'll be giving some example questions as well. So with those example questions, so I used to have separate notes as well as formula book.
revise them. Again, you should have a plan to schedule. You have to schedule the days as well. For example, you can spend some time, like half the day of Sunday. I think if Sunday is if you don't have any class on Sunday, you can use half the day for what's been taught in the entire day, what's been taught in the entire week, and rest of the half for the studying some other topic of the 12th as well. Because you don't have to put an entire effort on studying something that's been taught in the 11th, because you already know it. You just have to revise it. You just have to sustain it. So the effort is less. The problem is when people don't even put that effort. You will think that, okay, let me focus on only the 12th part only. So the effort is actually less when you compare with what you did initially to study that to 11th topic. The problem is people don't even put that simple effort to sustain what you know already. So so you have to schedule the thing, I would say. As I said, you will be having backlogs you will be having loads and loads of backlogs. But study what's been taught. You should not skip those topics, because if you skip those topics right now, then again they'll become the backlog. You'll have to put the extra effort to study them as well. So study what's been teaching currently, and then focus on what was taught, what was your backlogs, small chunk wise. When you have in extra time, when you have done, okay, I have to study this much topics for the day, and once you're done with it, you can say that, okay, I have half an hour left in my schedule. I can study something that's been, half an hour is sufficient to study something that's been something that's a backlog in the biology as well, I would say, biology or inorganic chemistry, because these just takes, unlike physics and physical chemistry, it will take a lot of time for you to study, understand the concept, then you have to apply it. So when you have this small loads, whenever, try to add this topics like inorganic chemistry and biology to it, because it's easy for you to revise these topics in slow time. But for you to study physics, but for you to study physical chemistry, you have to understand the topic, you have to read the topic from your notes, then you have to go for the questions. You can't do it in 30 minutes or something. So whenever you have small time, even in between the class something, you can read it. You can carry 11th NCERT with you when you're having a biology class of 12th as well. So when you have in between things, you can ask them, you can ask the teacher if you have doubts in it. The thing is that you already know it. People are not putting the effort to sustain it. You already know the topic. You have to give a small initial, you have to give that push later on push only. It's not that difficult, I would say. The problem with me was that definitely I did the wrong thing. I didn't put single effort to study something that's been taught in something that was taught in the +1 also. So that was a fault from my side. My name is Aditya. I am also from Palakkad. How we can improve our concentration along with improving the skills on the long-term memory? See, How was your memory ability? see, it's not about having a higher IQ or higher memory or something. You just have to remember. You just have to get that thing. You just have to solve the questions. You don't have to have a super intelligent memory or. I know people trying to say that, okay, you're an above average guy. See, ultimately what matters is the number of revisions that you did. Even if you're a very high intelligent person, you have high memory and everything. If you haven't read that topic repetitively, you don't know it. You won't be able to recall it. So memory and intelligence, these are not important points. You have to put on the effort, repeat and revise. So there is no such specific exercise that you have to do to improve the memory or something. You have to do what you're doing currently. You have to repeat the things. Repetition is a key. It is not always about whether you've been above average person or a below average person. It is the repetition that you're doing. That's what matters in the long run. And it's not about memory. This is a very Revision? ഹായ് ചേട്ടാ, ഞാൻ മേഘ. ഐ എം ഫ്രം പാലക്കാട് ഓൾസോ. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് എന്ന് പറയുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ് ടൈം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റഡീസിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി ടൈം കൺസ്യൂം ചെയ്യാൻ പറ്റും? ടൈം ഇല്ലയെന്ന് ഉദ്ദേശിക്കുന്നത് സ്കൂൾസും ഉണ്ട്. ഓക്കെ,
സ്കൂൾസ് ഉണ്ടെങ്കിൽ ഐ വുഡ് സേ ഇപ്പോൾ എത്ര മണിക്കൂർ ഉറങ്ങുന്നു, ഇപ്പോൾ 6 hours ആണ് ഉറങ്ങുന്നതെങ്കിൽ ട്രൈ ടു ഓൾവേസ് ഗീവ് അ പ്രൈം ടൈം. എപ്പോഴും ഒരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 3 hours അല്ലെങ്കിൽ 2 hours സ്ട്രെച്ചസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇൻസ്റ്റെഡ് ഓഫ് ഫൈൻഡിങ് നിങ്ങൾക്ക് ചെറിയ ചെറിയ കട്ട്സ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ പഠിക്കണം എന്നല്ല പറയുന്നത്. മാക്സിമം നിങ്ങളൊരു പ്രൈം ടൈം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഒരു 2 hours സ്ട്രെച്ച് അല്ലെങ്കിൽ 3 hours സ്ട്രെച്ച് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ബിക്കോസ് നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുന്നു, ഹാഫ് ആൻ അവർ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് മനസ്സിലായി, ആൻഡ് ദെൻ യു ഗോ ത്രൂ ഇറ്റ്. ആ ഒരു 3 hours നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു പ്രോസസ്സ് നിങ്ങൾ ഗ്രാജുവലി മനസ്സിലാക്കി വരും. പക്ഷെ നിങ്ങൾ ആദ്യം ഒരു 30 minutes പഠിച്ചു, പിന്നീട് പിറ്റേ ദിവസമാണ് 30 minutes പഠിക്കുന്നതെങ്കിൽ എസ്പെഷ്യലി ഫോർ ഫിസിക്സ് ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രി നിങ്ങൾക്ക് ആ എഫേർട്ട് വീണ്ടും എടുക്കേണ്ടി വരും. മനസ്സിലായോ? ആ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയും ആ ഒരു ഇപ്പോൾ സ്കൂള് ഐ വുഡ് സേ എത്ര മണി വരെ ഉണ്ടാവും സ്കൂൾ? ഒരു 5 മണി 4 മണി വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുശേഷം കോച്ചിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോച്ചിങ്ങിന് ശേഷം ഭക്ഷണം കഴിച്ചു, എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ ഡേ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഒരു 2 hours സ്ട്രെച്ച് നിങ്ങൾക്ക് എന്തായാലും കിട്ടാമെന്ന് ഉദ്ദേശിക്കുക. രാവിലെ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ക്ലാസ്സിനും എനിക്കൊരു 2 hour 3 hour സ്ട്രെച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. സോ ഐ നോ ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട്, വളരെ ബേർഡിങ് ആയിട്ട് തോന്നും, ബിക്കോസ് ക്ലാസ്സിന് ശേഷം കോച്ചിങ് ക്ലാസ് ഉണ്ടായിരിക്കാം. ഇറ്റ്സ് ബേർഡനിങ്. പക്ഷേ അതെല്ലാം അതിനൊരു പാർട്ടാണെന്ന് മനസ്സിലാക്കുക. ഒരുപാട് കുട്ടികൾ തന്നെ ചെയ്യുന്നുണ്ട്, സോ ഞാൻ എലോൺ അല്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്തിട്ട് കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ട്. സോ യു ഹാവ് ടു ഫൈൻഡ് ദ ടൈം. അത് ആ ഒരു സമയം പ്ലാൻ ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ. ഐ തിങ്ക് ഈ ഒരു സ്കൂൾ ആയിക്കോട്ടെ ആൻഡ് കോച്ചിങ് ആയിക്കോട്ടെ, ഇറ്റ് ഇസ് വെരി മച്ച് യൂണിഫോം ആയിട്ടല്ലേ എല്ലാ ഡേയും നടക്കുന്നത്. സോ ഒന്ന് പ്ലാൻ ചെയ്യുക, ഇത്ര ദിവസം എനിക്ക് കിട്ടുന്നു, ഞാൻ ഫുഡ് കഴിക്കാൻ ഇന്ന സമയം എടുത്ത് ഇന്ന സമയം വരെ ഉണ്ട്, ഉറങ്ങുന്ന സമയത്താണ്, അതിനിടയ്ക്ക് എനിക്കൊരു 2 hour കിട്ടുന്നുണ്ടോ, എണീച്ചതിന് ശേഷം ക്ലാസ്സിന് മുന്നേ എനിക്കൊരു 2 hour കിട്ടുന്നുണ്ടോ, അങ്ങനെ ഒരു ഹ്യൂജ് ചങ്ക് ഓഫ് ടൈം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ബസ്സിൽ പോകുന്ന സമയത്തോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 30 minutes and 20 minutes കിട്ടുന്നുണ്ടെങ്കിൽ ഇനോർഗാനിക് കെമിസ്ട്രി അതുപോലെ ബയോളജി എന്നുള്ള ടോപ്പിക്സിന് ആ സമയം കൊടുക്കാൻ ശ്രമിക്കുക. ബിക്കോസ് അതെല്ലാം നിങ്ങൾക്ക് വായിക്കേണ്ട സബ്ജക്ട്സ് ആണ്. ഇപ്പം ന്യൂമറിക്കൽസ് ചെയ്യാനൊക്കെ അതിൻ്റേതായിട്ട് ടൈം എടുക്കണമല്ലോ. അപ്പോൾ ആ സമയത്ത് NCERT, അതായത് ഞാൻ ഇപ്പോൾ നീറ്റാണ്, അപ്പോൾ ബയോളജിക്ക് പഠിക്കാൻ അതിൻ്റേതായിട്ടുള്ള പുതിയതൊക്കെ പഠിക്കുകയാണെങ്കിൽ ടൈം എടുക്കും. ആ സമയത്ത് ഇങ്ങനെ ഫിസിക്സ് കെമിസ്ട്രി മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഫിസിക്സ് കെമിസ്ട്രി പ്രയോറിറ്റൈസ് ചെയ്യുക. ബയോളജി ഞാൻ പറഞ്ഞ പോലെ ബയോളജി പഠിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ബയോളജി ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഈ സമയത്ത് പഠിക്കുക. ഇടയ്ക്ക് സമയം കിട്ടുന്ന സമയത്ത് ബയോളജി വായിക്കാൻ ശ്രമിക്കുക. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എനിക്കറിയാം ബയോളജി ഒരു ചാപ്റ്റർ പഠിക്കാൻ 1 മണിക്കൂർ എടുത്തേക്കാം. ആൻഡ് ഇറ്റ് ഈസ് അഗെയിൻ റിവിഷൻ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതേ ചാപ്റ്റർ യു ക്യാൻ ഒരു പക്ഷേ നിങ്ങൾ ബസ്സിൽ പോകുന്ന സമയത്ത് ഒരു 10 minutes കൊണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ വായിച്ചു തീർക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് റിവിഷൻ ദാറ്റ് മാറ്റേഴ്സ്. ആൻഡ് ഓൾവേസ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതിന് നിങ്ങൾ കൊടുക്കേണ്ട ഒരു പ്രൈം ടൈം, അത് മനസ്സിലാക്കി വരാൻ സമയമെടുക്കും. സോ യു ഹാവ് ടു പുട്ട് ദാറ്റ് ആ ഒരു അവേഴ്സ് നിങ്ങളവിടെ കൊടുക്കണം. ബയോളജിയിൽ ഐ തിങ്ക് നിങ്ങൾ ക്ലാസ് കണ്ടു, നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾക്കത് വായിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് അത് റിമെമ്പർ ചെയ്യാൻ വേണ്ടി റെപ്പറ്റീഷനാണത്. അതിന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സമയം കണ്ടെത്തുക. അല്ല, ഏറ്റവും പ്രധാനമായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, മേഘ, എൻ്റെ ചോദ്യത്തിലേക്ക് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, യു ഹാവ് ടു എൻഷുർ വെദർ യു ആർ യൂട്ടിലൈസിങ് ദ എൻറ്റയർ അവൈലബിൾ ടൈം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ. അപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഇതായിട്ട് തോന്നേണ്ട കാര്യമില്ല. നമുക്ക് സപ്പോസ് വി ആർ മൂവിങ് ഫോർ ബാത്തിങ്, ഒരു 3-4 പാട്ട് കൊണ്ടും കുളിക്കാം, ഒരു വലിയൊരു ഹമ്മിങ് കൊണ്ടും കുളിച്ച് തീർക്കാം. അപ്പോൾ യു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലായല്ലേ? 3-4 വലിയ പാട്ടുകൾ അങ്ങ് തകർത്ത് ഗംഭീരമായിട്ട് കുളിക്കുകയും ചെയ്യാം, അല്ലേ? ഒരു നല്ല അത്യാവശ്യം ലെങ്ത്തുള്ള ഹമ്മിങ് കൊണ്ടും കുളിക്കാം, മനസ്സിലായല്ലേ? ഹൗ മച്ച് ടൈം യു ആർ യൂട്ടിലൈസിങ് ഫോർ എൻറ്റയർ തിങ്. അതുപോലെ തന്നെ ഇപ്പം നേരത്തെ ഇടയ്ക്ക് നിങ്ങൾ അശ്വിൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ക്വിക്ക് റിവിഷൻ ആവാം. ഓർ യു ഹാവ് എൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ഡോക്ടർ. ജസ്റ്റ് ഇമാജിൻ, 10 മണിക്ക് ഡോക്ടറെ അടുത്തൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. നമ്മൾ 10 മണിക്ക് അവിടെ എത്തിയാലും ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും കഴിയാതെ നമുക്ക് വിസിറ്റ് കിട്ടത്തില്ല. സോ വി ഗെറ്റ് ഹാഫ് ആൻ അവർ ടൈം. ഇഫ് യു ഹാവ് കോമ്പാക്ട് ഫോർമുല ബുക്ക് വിത്ത് യു, ഒരു ചെറിയൊരു പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സമയങ്ങളും കൃത്യമായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതൊരു തടസ്സമായിട്ട് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? എനിബഡി? മൃദുല, ഇതൊന്ന് പാസ് ചെയ്യൂ. സ്നേഹിക്കൊന്നും ചോദിക്കാനില്ലേ? ഐ എം മൃദുല. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. ഐ ഡോണ്ട് നോ വെദർ മൈ ക്വസ്റ്റ്യൻ ഈസ് കറക്റ്റ് ഓർ നോട്ട്, ബട്ട് ലൈക്ക് ഇങ്ങനൊരു ചാൻസ് കിട്ടിയോണ്ട് ചോദിക്കണതാണ്.
ഞാൻ ലൈക്ക് ഇപ്പം ബ്രിഡ്ജ് കോഴ്സാണ്. ഞാൻ പൊതുവേ കേട്ടിട്ടുള്ള കാര്യമാണ് മാത്തമാറ്റിക്സ് ഫിസിക്സ് പോലുള്ള സബ്ജക്ട്സിലൊക്കെ ഗേൾസ് പൊതുവേ വീക്കാണ് ഇന്ന്. ലൈക്ക് ബോയ്സിന് അത് പൊതുവേ ഞാൻ കുറേ നോക്കിയപ്പോഴത്തേനും ലൈക്ക് റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ ബോയ്സ് ആണ്. പിന്നെ ലൈക്ക് അത്യാവശ്യം നല്ല അറിവുള്ള ആൾക്കാർ പോലും പറയണ ഞാൻ കേട്ടിട്ടുണ്ട് ബോയ്സിന് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് കൂടുതലാണ്. ലൈക്ക് അവർ നമ്മളും ഒരേ ഫോർമുലാസ് തന്നെയാണ് പഠിക്കുന്നത്, സെയിം ലെവലിലാണ് പഠിക്കുന്നത്. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം അതിനെങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഏത് സ്ഥലത്ത് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം എന്നൊക്കെ പെട്ടെന്ന് അവർക്ക് ക്ലിക്ക് ആവും എന്ന് കേട്ടിട്ടുണ്ട്. ലൈക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടോ? അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഡിസ്പ്രൂവ് ചെയ്യുക, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഡിസ്പ്രൂവ് ചെയ്ത് കാണിക്കുക. അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യൂ. ആൻഡ് ദാറ്റ് അസൈൻമെന്റ് ഈസ് ഗിവൺ ടു മൃദുല. കാരണം അത് ആ മൃദുല ചോദിച്ച ചോദ്യം തെറ്റാണെന്ന് മൃദുല പ്രൂവ് ചെയ്താൽ മതി. ആഫ്റ്റർ 2 years യു ഹാവ് ടു പ്രൂവ് ദാറ്റ് യുവർ ക്വസ്റ്റ്യൻ വാസ് അബ്സല്യൂട്ട്ലി 100% it is wrong. You please prove it. And you are the right person who can do that. You are the right person who can do that. പിന്നെ എനിക്കെന്ന് പറയുമ്പോൾ എക്സാം സമയത്ത് ഭയങ്കര ടെൻഷനാണ്. ഭയങ്കര ടെൻഷനാണ്. കഴിഞ്ഞ കൊല്ലം 10th ക്ലാസ് ബോർഡ് എക്സാമിൻ്റെ സമയത്ത് ടെൻഷൻ അടിച്ച് കൗൺസിലിംഗ് കിട്ടിയ അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ലൈക്ക് അതിനെങ്ങനെ ഒന്ന് ഓവർകം ചെയ്യണ്ടേ? ടെൻഷൻ ആവാനുള്ള കാരണം പഠിച്ച് കിട്ടാത്തത് കൊണ്ടാണ്. ഒരിക്കലും ലൈക്ക് എത്ര റിവിഷൻ ചെയ്താലും ടെൻഷനാണ്, എന്താണെന്നറിയില്ല. എക്സാമിന് ഞാൻ പറഞ്ഞില്ല, എക്സാം ആയിട്ട് കാണാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങൾ മുന്നേ കൂട്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബിലീവ് ഞാൻ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ പറയുന്ന ഈ ഫോർമുല ബുക്ക് ഉണ്ടാക്കുന്നതും ചെറിയ കാര്യങ്ങളെല്ലാം എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. ഞാൻ ഈ 2 വർഷം ഫോർമുല ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, 2 വർഷം ഞാൻ ഇത്ര ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, 2 വർഷം ഞാൻ ഇത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും, ഓക്കെ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട്, സോ ഐ ക്യാൻ ഡു ദി എക്സാം വെൽ എന്നൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരിക്കും. സോ അതാണ് അൾട്ടിമേറ്റ്ലി മാറ്റർ ചെയ്യുന്നത്. സോ ഈ ഒരു ടെൻഷൻ എന്ന് പറയുന്ന കാര്യം ആർക്കും ഒരു പ്രാക്ടീസ് കൊണ്ടൊന്നും അത് ചെറുപ്പം തൊട്ടേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ടെൻഷൻ എക്സാമിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സാമിനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എക്സാം ആയിട്ട് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇതെന്തോ മഹാസംഭവമായിട്ട് കരുതരുത്. പക്ഷെ ഇതൊരു വലിയ സംഭവമാണ് താനും. മഹാസംഭവം ഇതില്ലെങ്കിൽ ഒന്നുമില്ല എന്നല്ല, പക്ഷെ ഇതുണ്ടെങ്കിൽ എന്തൊക്കെയുണ്ട് മനസ്സിലായില്ലേ, അങ്ങനെ മനസ്സിലാക്കുക. പിന്നെ ഇപ്പം ഞാൻ 10th വരെ ആർട്സിലൊക്കെ അത്യാവശ്യം നല്ല ആക്റ്റീവായിരുന്നു, കലോത്സവത്തിനും കാര്യങ്ങൾക്കൊക്കെ. അപ്പം ലൈക്ക് ഇങ്ങനെ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ഒപ്പം ബോർഡ് എക്സാംസിൻ്റെ ഒപ്പം ഇതും കൂടെ കൊണ്ടുപോകാം എന്ന് പറയുമ്പം പൊതുവെ ചിലപ്പോൾ ലൈക്ക് അതൊക്കെ ഒന്ന് വിടേണ്ട വരും. അപ്പം അതിൻ്റെ ആവശ്യമുണ്ടോ, അതോ അതും കൂടെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും, കുട്ടി ചോദിച്ച പോലെ സമയം കിട്ടാത്ത സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ JEE ആയിക്കോട്ടെ, MBBS ആയിക്കോട്ടെ, എന്തോ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിനുള്ളിൽ കയറിയതിന് ശേഷം യു ക്യാൻ കണ്ടിന്യൂ ഇറ്റ്. ദർ ആർ പീപ്പിൾ അവരുടെ ആർട്സ് എല്ലാം 5-6-10 വർഷങ്ങൾക്ക് ശേഷം കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. 2 വർഷം ഹോൾഡ് ചെയ്യുക, അത്രേ പറഞ്ഞുള്ളൂ. 2 വർഷം ഹോൾഡ് ചെയ്യുക, 2 വർഷം ഹോൾഡ് ചെയ്യുക. അത് റിഗ്രറ്റ് ചെയ്യില്ല. ഇപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടി, ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. ബിക്കോസ് യു ക്യാൻ ഓൾവേസ് ഗെറ്റ് ബാക്ക് ടു ഇറ്റ്. അതിന് സമയമില്ല, അതിന് ഇത്ര സമയത്തിന് ചെയ്ത് കഴിഞ്ഞാലേ ചെയ്യുള്ളൂന്നില്ല. പക്ഷെ ഇതിന് സമയം നിഷ്ഠയുണ്ട്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ ഇത്ര സമയമുള്ളൂ എന്നുള്ളതുണ്ട്. അങ്ങനെ. My greetings. I'm Maharni. I'm from Coimbatore, Tamil Nadu. My question is, like, if we initiate something, that doesn't mean it always goes in positive side. It could be negative also. If you didn't get NEET, would you have taken drop year or did you have any backup plan? നല്ല ചോദ്യം. So what was your backup plan? Plan B. Am I right? Plan B. So I had no plan B. Firstly, I had no plan B. I was like, after my first attempt, I was very sure that I will be going for the repeat. Definitely, I'll be going for the repeat. And once my repeat year started, I found that, okay, I will definitely get into one medical college, government medical college, definitely. So even if you ask me what is the plan B, I would say that I had a dream a little back of a UPSC. So definitely go into some other degree or something, then I will go for the UPSC. That was my plan initially. And then again, I would say definitely that was not my plan B. I had no plan B actually. After my first attempt, I was okay, I would definitely go for the repeat. Then once my repeat year started, I was like, okay, I will get through it.
If not, it would have been this thing. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഐ വുഡ് സേ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഒരുപക്ഷെ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ചർച്ച ചെയ്യാൻ, ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സെഷനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു എന്നേ ഉള്ളൂ. ഈവൺ അതർവൈസ് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും തന്നെ, പ്രത്യേകിച്ചും ആ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ദ ക്ലാസ്സസ് ഫോർ ദി അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ്, മിക്കവാറും ഓരോ കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരും. അവർ മിക്കവാറും ഈ ക്ലാസ് റൂംസിലെല്ലാം കയറി കുട്ടികളെ കണ്ട് അവരോട് 2 വാക്ക് സംസാരിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് മുൻപൊക്കെ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ നമ്മളതൊരു ഫോർമൽ സെഷനാക്കി മാറ്റി എന്നേ ഉള്ളൂ. അതിന് ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. ആൻഡ് ഫ്രം ദ പാർട്ട് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്ന് ഞാൻ അശ്വിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അശ്വിൻ ഇവിടം വരെ എത്തി. ഇവിടുന്ന് അങ്ങോട്ട് ഏറ്റവും നല്ലൊരു കരിയർ ഗ്രോത്ത് അശ്വിന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇത് കഴിഞ്ഞ് MBBS കഴിഞ്ഞ് PG എടുത്ത് നമ്മുടെ രാജ്യം അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു ഡോക്ടറായിട്ട് മാറാൻ അശ്വിന് സാധിക്കട്ടെ. ഒരുപക്ഷെ അശ്വിന് ഇനിയൊരു പ്ലാനും കൂടെ ഉണ്ടാവുകയാണെങ്കിൽ, ഒരുപക്ഷെ ഇത് കഴിഞ്ഞിട്ട് MBBS കഴിഞ്ഞ് UPSC എഴുതുകയാണെങ്കിൽ ആ ഒരു ലെവലിലും ഏറ്റവും വലിയൊരു വിജയം അശ്വിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അശ്വിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആവാം. ആ മക്കൾക്കൊരു മെസ്സേജും കൂടെ കൊടുത്തിട്ട് വേണം നിർത്താൻ. ഓക്കെ, സോ എല്ലാവർക്കും എൻ്റെ ഒരു, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും. ഐ നോ ഞാൻ ഒരുപക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും ചോദിച്ച ക്വസ്റ്റ്യൻസ് റൈറ്റായിട്ട് അഡ്രസ്സ് ചെയ്തിട്ട് പോലും ഉണ്ടായിരിക്കില്ല, എനിക്കറിയാം. പക്ഷേ ജനറൽ ഞാൻ പറയുന്നത് സബ്മിറ്റ് അപ്പ് നിങ്ങൾ പഠിക്കുന്ന ഈ സ്ട്രഗിൾസ് ആയിക്കോട്ടെ, നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ഈ സ്ട്രഗിൾസ് എല്ലാം എല്ലാവരും അനുഭവിക്കുന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് ന്യൂ ടു എനി വൺ. എല്ലാവരും പോകുന്നതാണ്. ഞാനും അനുഭവിച്ചിരുന്നു, നിങ്ങളും അനുഭവിക്കുന്നു. ഇത് ഈ പാത്തിലേക്ക് വന്ന എല്ലാവരും അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. സോ അതായിട്ട് മാത്രം മനസ്സിലാക്കുക. ആൻഡ് യു ഹാവ് ടു, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴായാലും നിങ്ങൾക്ക് ആ എഫേർട്ട് എടുക്കേണ്ടി വരും. എഫേർട്ട് ഇടാതെ നിങ്ങൾക്കൊന്നും കിട്ടില്ല. എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഇറ്റ് ഈസ് വെരി, നമ്മുടെ ഒന്നാമത്തെ കാര്യം വി ഹാവ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരാനുള്ള കാരണം തന്നെ നമ്മുടെ ഈ പോപ്പുലേഷൻ കാരണമാണ്. സോ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഫ്യൂച്ചറിലായാലും ഒരുപാട് എക്സാംസ് നിങ്ങൾക്ക് എഴുതേണ്ടി വരും. നീറ്റ് അല്ലെങ്കിൽ JEE അല്ലെങ്കിൽ PSC UPSC ബാങ്കിൻ്റെ എന്തോ ആയിക്കോട്ടെ, ഗേറ്റ് അല്ലെങ്കിൽ ജാം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, യു വിൽ ഹാവ് ടു റൈറ്റ് ദി എക്സാംസ്. സോ ആ ഒരു എഫേർട്ട് ഈസ് വെരി മച്ച് ഇന്നവിറ്റബിൾ. നിങ്ങൾക്ക് അത് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട എഫേർട്ട് തന്നെയാണ്. അതിപ്പോൾ കൊടുക്കാൻ ശ്രമിക്കുക. ആൻഡ് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് തെറ്റായ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ നിൽക്കരുത്. ബിക്കോസ് ഈയിടെ ഒരുപാട് ന്യൂസെല്ലാം ഞാൻ കേൾക്കുന്നതാണ്. സോ ഇതൊരു എക്സാമായിട്ട് കരുതുക. ഇവിടെ വന്നതിന് ശേഷം ഡിപ്രഷനിലേക്കൊന്നും പോകാൻ നിൽക്കാതിരിക്കുക. കാരണം ഇവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അത് കാരണം ഒരു വലിയൊരു ഡിപ്രഷൻ അല്ലെങ്കിൽ വളരെ ഒരു സാഡ് സ്റ്റേജിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. സോ എക്സാമായിട്ട് കാണുക. നിങ്ങൾക്ക് പരമാവധി ആ ഒരു സ്ട്രഗിൾസ് മൂവ് ഓൺ ചെയ്ത് പരമാവധി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. അതിനെ ഒരാൾക്കും എങ്ങനെ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ എങ്ങനെ ചെയ്യണം, ഇതിനൊരു സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 ഒന്നുമില്ല. ഇറ്റ് ഇസ് സംതിങ് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കേണ്ടതാണ്. നിങ്ങളുടെ ലൂപ്പ് ഹോൾസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എവിടെയാണ് ഗ്യാപ്സ്, എനിക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, വേറെ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, എനിക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഒരു പക്ഷേ എൻ്റെ ഇനീഷ്യൽ കോൺസെപ്റ്റ് തെറ്റായിരിക്കും. അതെല്ലാം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. അത് എനിക്കൊരിക്കലും നിങ്ങളുടെ ഒരു ഷെഡ്യൂൾ നോക്കിയിട്ട് പറയാനൊന്നും പറ്റില്ല. അത് നിങ്ങൾ തന്നെ ഒരു എഫേർട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കണം. മിസ്റ്റേക്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് ആ മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. മിസ്റ്റേക്സ് ഇസ് ഫൈൻ. ക്വസ്റ്റ്യൻസ് കിട്ടുന്നില്ല, അതെല്ലാം ഫൈനാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതിന് ലുക്ക് ഓവർ ചെയ്യുക. ആ ക്വസ്റ്റ്യൻ ഒരിക്കലും ഒരു വട്ടം കൂടി ഞാൻ മിസ്റ്റേക്ക് ചെയ്യില്ല എന്ന് ഉറപ്പിക്കുക. ഒരു വട്ടം സംഭവിക്കുന്നത് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. പക്ഷെ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുന്നതാണ് കാര്യം. പിന്നെ പഠിക്കുന്നതിനെ കുറിച്ചിട്ട് എല്ലാവർക്കും പഠിക്കാനുള്ള മെത്തഡോളജീസ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഗോ വിത്ത് ദാറ്റ് തിങ്. ആൻഡ് ഒരാൾ ഇങ്ങനെ ചെയ്തു, അശ്വിൻ ഇങ്ങനെ ചെയ്തു, സോ ഞാനും ഇങ്ങനെ ചെയ്യാം, ഞാനിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമെന്ന് വിചാരിക്കരുത്. ഞാൻ പറയുന്നത് മെജോറിറ്റി ആളുകൾ ചെയ്ത കാര്യങ്ങളാണ്. ഫോർമുല ബുക്ക് ആയിക്കോട്ടെ, ഹാർഡ് വർക്ക് ചെയ്യുന്നതായിക്കോട്ടെ, റിപ്പീറ്റ് ആൻഡ് റിവിഷൻ, ഇതെല്ലാം മെജോറിറ്റി ആയുള്ള ആളുകളാണ്. ഒരു വ്യക്തിക്ക് സംഭവിച്ച കാര്യം ഒരുപക്ഷെ ലക്ക് കൊണ്ട് സംഭവിച്ച കാര്യമായിരിക്കാം. നിങ്ങൾക്ക് ഒരിക്കലും ഭാഗ്യത്തെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല.
സോ ഒരു റിമോട്ടായ കാര്യം ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു വളരെ മെജോറിറ്റി ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന റിപ്പീറ്റ് റിവിഷൻ, അത് ഫോർമുല ബുക്ക് ആയിക്കോട്ടെ, എക്സാംസ് ആയിക്കോട്ടെ, ഇതെല്ലാം മെജോറിറ്റി ആളുകൾക്ക് വർക്ക് ചെയ്ത കാര്യങ്ങളാണ്. ദാറ്റ്സ് വൈ ദർ ഇസ് എ ഹയർ ചാൻസ് ദാറ്റ് വിൽ വർക്ക് ഫോർ യു. സോ അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറയുന്നത്. ഞാൻ ഒരു ടോപ്പറിന്റെ ഷെഡ്യൂൾ കണ്ടിട്ട് ഇയാൾ ഇത്ര നേരം ഉറങ്ങി, ഞാൻ അയാൾ ആദ്യം ഇത് പഠിച്ചു, ആദ്യം ബയോളജി പഠിച്ചു, ആദ്യം കെമിസ്ട്രി പഠിച്ചു, അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏതാണോ രാവിലെ ഏതാണോ സബ്ജക്റ്റ് ഇഷ്ടം നിങ്ങൾക്ക് പഠിക്കും. പക്ഷേ യു ഹാവ് ടു സ്കെഡ്യൂൾ യുവർ സെൽഫ്. ഒരു പ്രോപ്പറായ ഒരു റിവിഷൻ ഷെഡ്യൂൾ, ഒരു പ്രോപ്പറായുള്ള പ്ലാൻ എല്ലാം ഉണ്ടായിരിക്കുക. തലേ ദിവസം എന്തായാലും ഉറപ്പിക്കുക, ഞാൻ പിറ്റേ ദിവസം എന്താണ് രാവിലെ പഠിക്കാൻ പോകുന്നതെന്ന് ഉറപ്പിക്കുക. ബിക്കോസ് നിങ്ങളുടെ ബ്രെയിൻ അൾട്ടിമേറ്റ്ലി എവല്യൂഷണറിലി വളരെ ലേസി ആയൊരു സിസ്റ്റമാണ്. കാരണം എത്ര ലെസ് എനർജി കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു സിസ്റ്റമാണ് നിങ്ങളുടെ ബ്രെയിൻ. സോ നിങ്ങൾ രാവിലെ എണീക്കുന്നു, നിങ്ങൾക്ക് പഠിക്കാൻ അധികം താല്പര്യം ഉണ്ടായിരിക്കില്ല, ആ ബ്രെയിൻ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ എഫേർട്ട് കൊടുക്കുകയാണ്, ഞാൻ എന്ത് പഠിക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുക, ഞാൻ എന്ത് പഠിക്കും. രാവിലെ എണീച്ച് ചിന്തിക്കുകയാണ്, ഞാൻ എന്ത് പഠിക്കും, ഓർഗാനിക് കെമിസ്ട്രി പഠിക്കണോ, ബയോളജി പഠിക്കണോ, ഫിസിക്സ് പഠിക്കണോ. അപ്പോൾ അതിനുവേണ്ടി സമയം പോകും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് തന്നെ പോകും. തലേ ദിവസം നിങ്ങൾ ചിന്തിക്കുക, ഞാൻ എന്താണ് പിറ്റേ ദിവസം അതിനുശേഷം പഠിക്കാൻ പോകുന്നത്. സോ നിങ്ങളുടെ ബ്രെയിനിലുള്ള എഫേർട്ട് കുറയും. ആൻഡ് നിങ്ങളൊരു ദിവസത്തിൽ നിങ്ങൾ ഫസ്റ്റ് തൊട്ട് നിങ്ങൾ നന്നായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ദർ ഇസ് എ ഹയർ ചാൻസ് ദാറ്റ് നിങ്ങൾ ദിവസത്തിൻ്റെ എൻഡ് വരെ അത് സസ്റ്റെയിൻ ചെയ്യുന്നുള്ള കാര്യം. ആൻഡ് ഞാൻ പേഴ്സണലി ചെയ്തൊരു കാര്യമായിരുന്നു, എനിക്ക് ലേസി ആവുന്ന സമയത്ത് ഞാൻ കുളിക്കുമായിരുന്നു. ഞാൻ ഒരു ദിവസം ഒരു 5-6 വട്ടം കുളിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ഇതെനിക്ക് വർക്ക് ചെയ്തൊരു കാര്യമായിരുന്നു. എനിക്ക് എന്ത് പഠിക്കണമെന്ന് അറിയാത്ത സമയത്തൊക്കെ ഞാൻ പോയിട്ട് കുളിക്കും, ഒരു ഷവർ ഇടും. അതിനുശേഷം ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ ഉറക്കം വരുന്ന സമയത്തായിക്കോട്ടെ, നട്ടുച്ചയ്ക്ക് കുളിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ഇതെനിക്ക് വർക്ക് ചെയ്തൊരു കാര്യമാണ്. സോ ഇഫ് യു ഫീലിംഗ് ലേസി, ടേക്ക് എ ഷവർ. ഇത് ഞാനൊരു ബുക്കിലും വായിച്ചിട്ടുണ്ട്. സോ ഐ എം സെയിങ് ദാറ്റ് ഇറ്റ് വർക്ക്സ്. സോ ഇതെല്ലാം എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. സോ യു ക്യാൻ ട്രൈ ഇറ്റ്. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ട്. സോ യെസ്, ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ ഓഫ് യു. 1-2 yearsൽ ഇവിടെയും നിങ്ങൾ വന്നിട്ടിരിക്കട്ടെ. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ ഓഫ് യു. അത് തന്നെയാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. ഈ ഇരിക്കുന്ന മക്കളെല്ലാവരും MBBS സ്വപ്നം കാണുന്ന എല്ലാ മക്കളും ഏകദേശം 20-25 എയിംസാണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത്. 2000-2500 വരുന്ന സീറ്റുകളാണ് എയിംസിൽ ഉള്ളത്. ആ എയിംസിൻ്റെ സീറ്റുകളിലേക്ക് നിങ്ങളെല്ലാവരും സ്വപ്നം കാണുക. അടുത്ത വർഷങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരുമായിരിക്കണം ഈ തരത്തിൽ ഇവിടെ ഇൻ്റർവ്യൂവിന് സജ്ജരായിട്ട് വരേണ്ടത്. അതായിരിക്കണം നിങ്ങൾ ഈ സ്ഥാപനത്തിനും നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും കൊടുക്കേണ്ടുന്ന ഗുരുദക്ഷിണ എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. അശ്വിൻ പറഞ്ഞതിൻ്റെ ഒരു അറ്റാച്ച്മെൻ്റായിട്ട് എനിക്കതാണ് പറയാനുള്ളത്. ഇത്രയും സീറ്റുകളുണ്ട്, ആ സീറ്റിൽ ഒരെണ്ണം എൻ്റെ ആയിരിക്കും, ഞാൻ നേടിയെടുത്തിരിക്കും എന്ന ഉറച്ച വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അശ്വിനിരിക്കുന്ന ഈ സീറ്റിൽ നിങ്ങൾ വന്നിരുന്ന് അടുത്ത വർഷങ്ങളിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നതായിരിക്കും എന്ന് ഉറപ്പിച്ചെനിക്ക് പറയാൻ സാധിക്കും. ഒപ്പം തന്നെ ഒരിക്കൽ കൂടെ എല്ലാവരുടെ പേരിലും സ്ഥാപനത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും അശ്വിന് എല്ലാവിധ ആശംസകളും നേരെയാണ്. വലിയൊരു ഡോക്ടറായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ.